അത് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. 40 പേര് ഞാൻ ഉൾപ്പെടെ നമ്മൾ മുമ്പേ കണ്ട വീഡിയോയിൽ പറഞ്ഞ അതിരാവിലെ ഉണരുന്ന ശീലം പലർക്കും ഇല്ലാത്തൊരു ശീലമാണ്. കുറച്ചു പേർക്കുള്ള ശീലമാണ് അതിരാവിലെ ഉണരുക എന്നുള്ളത്. ലോക ചരിത്രത്തിൽ വിജയിച്ചവരുടെയൊക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവരൊക്കെ അതിരാവിലെ ഉണർന്ന് അവരുടെ പ്രൊഡക്റ്റീവ് സമയം ശരിയായ സമയം യൂസ് ചെയ്തു എന്നാണ് കാണുന്നത്. അപ്പൊ മഹാന്മാരായിട്ട് ആർക്കെങ്കിലും മാറണമെങ്കിൽ അതിരാവിലെ ഉണരുക എന്നുള്ള ശീലം കൊണ്ടുവരും. എളുപ്പമല്ല. സുരേന്ദ്രൻ സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നോയിങ് പ്ലസ് നോട്ട് ഡൂയിങ് ഈസ് ഈക്വൽ ടു നോട്ട് നോയിങ്. നോയിങ് പ്ലസ് നോട്ട് ഡൂയിങ് ഈസ് ഈക്വൽ ടു നോട്ട് നോയിങ്. ഒരു കാര്യം നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ അത് അറിയാതിരിക്കുന്നതായിരുന്നു അതിലും ഭേദം. രാവിലെ എണീക്കുന്നത് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ എഴുന്നേൽക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ ഇരിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത്. അല്ലേ റജിമാൻ സാറേ, ശരിയല്ലേ? അതെ അതെ. അതാണ് അത് സുരേന്ദ്രൻ സാർ പറയുന്നത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഒരു കാര്യം നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യാതിരിക്കുക, ആർസിഎമ്മിനെ പറ്റി കേട്ടിട്ട് മറ്റുള്ളവരോട് പറയാതിരിക്കുക, അതിനേക്കാൾ നല്ലത് ആർസിഎമ്മിനെ പറ്റി കേൾക്കാതിരിക്കുകയായിരുന്നു. എന്തായാലും നമ്മൾ ആർസിഎമ്മിനെ പറ്റി നല്ല കേട്ടവരാണ്, ആർസിഎമ്മിനെ പ്രചരിപ്പിക്കുന്നവരാണ്, ആർസിഎം അഭിയാന്റെ ഭാഗമാണ്. അല്ലെ, നമ്മളെല്ലാം ആർസിഎം അഭിയാന്റെ ഭാഗമാണ്, ആർസിഎമ്മിനെ പ്രചരിപ്പിക്കുന്നവരാണ്. എന്തിനാണ് ഈ ആർസിഎമ്മിനെ പ്രചരിപ്പിക്കുന്നത്? 2010 ആർസിഎം എൻ്റെ കൈകളിലേക്ക് എത്തിയപ്പോൾ അതൊരു ശൈശവ ദശയിലായിരുന്നു. ഞാനത് പ്രചരിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് 42 പേര് എൻ്റെ മുമ്പിൽ ഇരിക്കാനിടയായത്. ഞാനത് വേണമെങ്കിൽ എനിക്ക് ആരോടും പറയാതെ രഹസ്യമായിട്ട് വെക്കാമായിരുന്നു, പക്ഷെ ഞാനത് വെച്ചതുകൊണ്ട്, ഞാനത് പറഞ്ഞത് കൊണ്ടുള്ള നേട്ടം എന്താണ്? ഇന്ന് ധാരാളം ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. നാളെ എൻ്റെ ടീമിലൊരു ഷോപ്പ് മൈസൂർ, കേരളത്തിന് വെളിയിൽ ഒരു പുതിയ ഷോപ്പ് വരികയാണ് നാളെ. മൈസൂരിലുള്ളവർക്കും ആർസിഎമ്മിന്റെ നേട്ടങ്ങൾ കിട്ടാൻ പോവുകയാണ്. ഞാൻ കോട്ടയത്ത് ആർസിഎം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. നാളെ അതിന്റെ അതിന്റെ അഭിവൃദ്ധി അല്ലെ അതിന്റെ നേട്ടങ്ങൾ മൈസൂരിലെ ജനങ്ങളിലേക്കും എത്തുന്നു. എനിക്ക് വേണേൽ പറയാതിരിക്കാമായിരുന്നു. അതുകൊണ്ടാണ് നോയിങ് പ്ലസ് നോട്ട് ഡൂയിങ് ഈസ് ഈക്വൽ ടു നോട്ട് നോയിങ്. വളരെ സന്തോഷം. എൻ്റെ പേര് ബാബു എംറ്റി. ഞാൻ ആർസിഎമ്മിൽ സ്റ്റാർ എമറാൾഡാണ്, റൈസിംഗ് കോ ലീഡറാണ്. ഏതാണ്ട് ഒരു 14 വർഷമായിട്ട് ആർസിഎം എന്ന ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ആർസിഎം നിലനിൽക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ വലിയൊരു സ്വപ്നമുള്ളത് കൊണ്ടാണ്. ഇന്ത്യയിലുള്ള 142 കോടി ജനങ്ങളുടെയും സിരകളിൽ കൂടി ആർസിഎമ്മിന്റെ രക്തം ഒഴുകണം. അതൊരു വലിയ മിഷനാണ്. ഇന്ത്യയിലുള്ള 142 കോടി ജനങ്ങളുടെയും ശരീരത്തിൽ കൂടി, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ കൂടി ഓടുന്ന രക്തം ആർസിഎം രക്തമായിട്ട് മാറണം. ഒരാളുടെ രക്തം എന്ന് പറഞ്ഞാൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുമാണ് രക്തം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആർസിഎമ്മിന്റെ ഭക്ഷണമാണെങ്കിൽ നമ്മുടെ സിരകളിൽ കൂടി നാളെ ഓടുന്നത് ആർസിഎമ്മിന്റെ രക്തമായിരിക്കും. ആ രക്തത്തെ ക്രിയേറ്റ് ചെയ്യുക, ഇറ്റ്സ് എ മിഷൻ. ഇതൊരു വലിയ മിഷനാണ്. ഈ മിഷൻ തുടങ്ങിയ വ്യക്തിയെ നമുക്കറിയാം, രണ്ടാം ഗാന്ധി എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്നു, ടി സി ചബ്ര, തിലോക് ചന്ദ് ചബ്ര എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ ഒരു യുഗപുരുഷൻ എന്നാണ് പറയുന്നത്, യുഗപുരുഷൻ. നമ്മളെല്ലാവരും അദ്ദേഹത്തെ ഒന്ന് കാണുമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി ഏതാണ്ട് 7,000-8,000-ഓളം ആൾക്കാർ അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ എത്തിയിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ പല ആൾക്കാരും എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾ TCG ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പല ആൾക്കാരും സുഖമില്ലാത്ത അവസ്ഥയിൽ പോലും ഓടിയെത്തിയത് അദ്ദേഹത്തെ ഒന്ന് കാണുക എന്നുള്ള വലിയൊരു താല്പര്യത്തോടെയാണ് വന്നത്. പക്ഷേ അദ്ദേഹത്തിന് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല. ഞാൻ അവരെ ആശ്വസിപ്പിച്ചു, അദ്ദേഹം ബിൽവാരയിലുണ്ട്, നമുക്ക് അടുത്ത ഒക്ടോബറിൽ പോയി അദ്ദേഹത്തെ കാണാം. വളരെ പ്രാവശ്യം ഞാൻ അദ്ദേഹവുമായിട്ട് നേരിട്ട് ഇന്ററാക്ഷൻ നടത്തിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആർസിഎമ്മിന്റെ ഗുരുകുലം എന്ന പ്രോഗ്രാമിൽ അദ്ദേഹം ദിവസവും പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു, രാവിലെ 8 മണിക്ക് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഉണ്ട്. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ബാബ രാംദേവ് അദ്ദേഹത്തിന്റെ നമ്മുടെ ബിൽവാരയിലേക്ക് ഓടിയെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ മെന്ററായിട്ടിരിക്കുന്നത്, ഗൈഡൻസ് തരുന്ന അദ്ദേഹമാണ്. TCG നമുക്ക് സ്മരിക്കാം. ഒപ്പം എന്നെ ഈ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ പ്രിയപ്പെട്ട ലീഡർ സഫേർ മൂർത്തി സാർ. ഞാനും മൂർത്തി സാറും ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു, തുല്യ ദുഃഖിതരായിരുന്നു. കാരണം എയർഫോഴ്സിൽ വളരെ പ്രതീക്ഷയോടുകൂടി പോയൊരു വ്യക്തിയാണ്. 18-ാമത്തെ വയസ്സിൽ ഒരു ജോലി കിട്ടിപ്പോയ ആളാണ് ഞാൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ
നമ്മൾ ആഗ്രഹിച്ച സ്വാതന്ത്ര്യം ഒന്നും അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് പട്ടാളത്തിൽ വന്ന ആൾക്കാർ ഒരു പാട്ട് പാടായിരുന്നു, പട്ടാളം പരമസുഖം പട്ടിണിയാണ് അതിലും ഭേദം. കാരണം അത്ര കഷ്ടപ്പാടുകളിൽ കൂടി കടന്നുപോയൊരു കാലഘട്ടം. ഞാനും മൂർത്തി സാറ് എയർഫോഴ്സിലായിരുന്നു. ജീവിതത്തിൽ വലിയ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ 20 വർഷത്തെ ജീവിതം എനിക്കൊരു കാര്യം ബോധ്യമാക്കി തന്നു: ഒരു ജോലിക്കാരനായിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ യാതൊന്നും നേടാൻ പറ്റില്ല, ഒന്നും സമ്പാദിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കുടുംബജീവിതമോ അല്ലെങ്കിൽ ഒരു ജീവിതമോ നമുക്ക് ഉണ്ടാകില്ല എന്നൊരു തിരിച്ചറിവ് 20 വർഷത്തെ എയർഫോഴ്സ് വാസത്തിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ഞാൻ എയർഫോഴ്സിലെ ജോലി റിസൈൻ ചെയ്തു. ഇനി എന്താ എന്ന് എൻ്റെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ആത്മവിശ്വാസം മാത്രമായിരുന്നു. ഞാൻ ആത്മവിശ്വാസത്തോടെയാണ് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത്. 2006 തിരിച്ചു വരുന്നത്. നാട്ടിൽ വന്നപ്പോൾ ജോലി ചെയ്യാനായിട്ട് എല്ലാവരും എന്നെ പ്രേരിപ്പിച്ചു. കാരണം ഒരു എക്സ് സർവീസ്മാൻ ലേവൽ ഉള്ളതുകൊണ്ട് എവിടെ വേണമെങ്കിലും ജോലിക്ക് പോകാം, ജോലി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇന്നും എനിക്ക് ജോലിക്ക് അപ്ലൈ ചെയ്താൽ കിട്ടാൻ ഇനി ഒരു വർഷം കൂടെ സമയമുണ്ട്. പക്ഷേ 2006 മുതൽ ജോലിക്ക് ശ്രമിച്ചില്ല എന്നുള്ളതാണ്. വീട്ടുകാരുടെയൊക്കെ നിർബന്ധം മൂലം ഞാൻ 1-2 ടെസ്റ്റ് എഴുതി. ആ ടെസ്റ്റ് എഴുതിയതിനു ശേഷം ഞാൻ പാസ്സാകരുതെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും ദൈവം പ്രാർത്ഥന കേട്ടു, ഞാൻ പാസ്സായില്ല. എനിക്കൊരു ബിസിനസ്സുകാരനാകണമെന്നായിരുന്നു എൻ്റെ മനസ്സിലെ വലിയൊരു ആഗ്രഹം. പക്ഷേ എയർഫോഴ്സിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് ഒരിക്കലും ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ലെന്ന് നാട്ടിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. എന്നിട്ടും ഞാൻ 2008 ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. കോട്ടയത്തടുത്ത് പാമ്പാടി കാളച്ചന്ത എന്ന സ്ഥലത്ത് ഏകദേശം 3 ലക്ഷത്തിലധികം രൂപ മുടക്കിക്കൊണ്ടാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ 2010 എനിക്കൊരു കാര്യം മനസ്സിലായി: എന്നെക്കൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. കാരണം ബിസിനസ് കടം കൂട്ടി, കടം പെരുകാൻ തുടങ്ങി. 3 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷം രൂപ കടമായി. പക്ഷേ 2008 ഞാൻ RCMൽ ജോയിൻ ചെയ്തിരുന്നു. എന്നെ RCMലേക്ക് കൊണ്ടുവന്നത് മൂർത്തി സാറാണ്. കാരണം ഞാനും മൂർത്തി സാറും എയർഫോഴ്സിൽ ഫാമിലി ബന്ധങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, RCM ഞാൻ ബാംഗ്ലൂരിൽ എൻ്റെ ഒരു ആവശ്യത്തിന് ചെന്നപ്പോൾ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പ് ഇരുന്നുകൊണ്ട് അദ്ദേഹം കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെയോ കാണിച്ചു തന്നു. ഞാൻ ഒട്ടും ശ്രദ്ധിച്ചില്ല, കാരണം എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ സാധനങ്ങൾ വാങ്ങാൻ, അദ്ദേഹം കുറച്ച് സാധനങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. സോപ്പും കുറച്ച് സാധനങ്ങൾ എന്നെ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരുന്നുണ്ട് ബാംഗ്ലൂരിൽ. ഈ സാധനം വാങ്ങിയാൽ എന്തൊക്കെയോ നേട്ടം കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ നേട്ടങ്ങളിലേക്കൊന്നും ശ്രദ്ധിച്ചില്ല, കാരണം അദ്ദേഹം കാണിച്ചത് കുറച്ച് സോപ്പും കുറച്ച് തുണിത്തരങ്ങളും. അതുകൊണ്ടൊന്നും ജീവിതത്തിലൊന്നും ആകില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു വന്നു. ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അദ്ദേഹം എന്നെ 2008 വിളിച്ച് RCMന്റെ ഒരു ഷോപ്പ് കോട്ടയത്ത് തുടങ്ങിയിട്ടുണ്ട്, അവിടെ നിന്ന് നിർബന്ധമായിട്ടും പോകണമെന്ന് ഫോണിൽ കൂടി വിളിച്ചു പറഞ്ഞു. പലതവണ നിർബന്ധിച്ചപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, കാരണം അത്ര ഫ്രണ്ട്ഷിപ്പായിരുന്നു. അങ്ങനെ RCMന്റെ ഒരു ബസാർ കോട്ടയത്ത് ഉണ്ടായിരുന്നു. ആ ഷോപ്പിൽ പോയിട്ട് ജോയിനിങ് എടുത്തു. അന്ന് 2300 സംതിങ് റുപ്പീസ് കൊടുത്തിട്ടാണ് ഞാൻ ജോയിനിങ് എടുക്കുന്നത്. എനിക്ക് കുറച്ച് തുണിത്തരങ്ങളാണ് കിട്ടിയത്. വൈഫിന് ഒരു സാരി കിട്ടി, മക്കൾക്ക് എന്തോ ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ എടുത്തു. ഇതൊക്കെയായിരുന്നു ഞാൻ എടുത്തത്. അത് പോയി എന്ന് തന്നെ കരുതി, പോട്ടെ എന്ന് കരുതി. കാരണം സുഹൃത്ത് പറഞ്ഞാൽ എടുക്കാതിരിക്കാമല്ലോ. അങ്ങനെ RCM 2008 ജോയിൻ ചെയ്ത ആളാണ്. പക്ഷെ 2010 എൻ്റെ ബിസിനസ് പെടുന്നു എന്ന് എനിക്ക് ബോധ്യം വന്നപ്പോൾ, ഇനി എന്താ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് മൂർത്തി സാർ നിർബന്ധിച്ച്, ഏകദേശം ജോയിൻ ചെയ്ത് 2.5 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം നിർബന്ധിച്ച് RCMന്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹവും വന്നിരുന്നു. അദ്ദേഹവും ഗോപകുമാർ സാറും വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഒന്ന് പിക്ക് ചെയ്യണം. ഗോപകുമാർ സാറിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ അദ്ദേഹം മീറ്റിങ്ങിലേക്ക് വിളിക്കുന്നത്. ഗോപകുമാർ സാറിനെ കാറിൽ കൊണ്ടുപോയി. ഞാനും ഗോപകുമാർ സാറും ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരേ ദിവസം, ഞങ്ങളെല്ലാം തുല്യ ദുഃഖിതരായിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരേ ദിവസം ജോയിൻ ചെയ്ത ആളാണ് ഞാനും ഗോപകുമാർ സാർ. അങ്ങനെ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് RCMന്റെ ബാലപാഠങ്ങൾ പഠിച്ച് RCMൽ എന്തോ ഒരു അവസരം എനിക്ക് മനസ്സിലായി. അങ്ങനെ 2010 തുടങ്ങിയതാണ് RCM ലൈഫ്. ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം, എൻ്റെ ശരീരത്തിലെ സിരകളിൽ കൂടി ഓടുന്നത് RCMന്റെ രക്തമാണ്. കാരണം 2010 ഞാനൊരു തീരുമാനമെടുത്തു, ഇനി ഞാൻ RCMന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അന്ന് റേഷൻ കടയുടെ പടി ഇറങ്ങിയതാണ്, പട്ടാള ക്യാൻറ്റീൻ്റെ പടി ഇറങ്ങിയതാണ്, സപ്ലൈകോയുടെ പടി ഇറങ്ങിയതാണ്. അതിനുശേഷം ആ സ്ഥാപനങ്ങളൊന്നും ഞാൻ പോയിട്ടില്ല. 100% വിശ്വസ്തയോടെ RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു.
എന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല. ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ്. ഞാൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മുഴുവൻ RCMന്റെ ഡ്രസ്സാണ്. എനിക്കിത് അഭിമാനത്തോടെ പറയാൻ പറ്റും. 100% പ്രൊഡക്റ്റ് യൂസ്. 100% പ്രൊഡക്റ്റ് യൂസ്. RCMൽ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടോ അത് ഉപയോഗിക്കുന്നു. RCMൽ ഇല്ലാത്ത പ്രൊഡക്റ്റ് ഏറ്റവും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങും, ഇല്ലെങ്കിൽ വാങ്ങില്ല. 100% പ്രൊഡക്റ്റ് യൂസ്. RCMൽ വിജയിക്കണമെന്ന് ഒരാൾ തീരുമാനിച്ചിറങ്ങിയാൽ ആദ്യം വേണ്ട ഒറ്റ കാര്യമാണ് 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു. അത് ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല, സ്വയം ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ഞാൻ സ്വയം ബോധ്യപ്പെടുന്നു, സ്വയം തീരുമാനിക്കുന്നു, RCMന്റെ ഉൽപ്പന്നമല്ലാതെ മറ്റൊരു ഉൽപ്പന്നം ഞാൻ ഉപയോഗിക്കില്ല. ആ ഒരു തീരുമാനം 2010 എടുത്തുകൊണ്ട് RCM ബിസിനസ്സിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചയാളാണ് ഞാൻ. അതിനിന്നും ഒരു കോട്ടവും പറ്റില്ല. ഇന്നും RCMന്റെ ഉൽപ്പന്നമാണ് 100% ഞാൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ RCMൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 100% RCMന്റെ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ട് സ്വയം മാറുക. എതിർപ്പുകൾ ഉണ്ടാവും, വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടാകും, സമൂഹത്തിൽ നിന്ന് എതിർപ്പുണ്ടാകും, എല്ലാവരും നിങ്ങൾ എതിർക്കാൻ തയ്യാറാവും. എതിർപ്പുകളെ അവഗണിക്കുക. അതിന്റെ പരിണിത ഫലമാണ് ഞാൻ RCMൽ ഇന്ന് സ്റ്റാർ എമറാൾഡായിട്ട്, റൈസിംഗ് കോർഡിനേറ്ററായിട്ട്, കോട്ടയത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് ലീഡറായിട്ട്, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ലീഡറായിട്ട് നിലനിൽക്കാൻ കാരണം. 100% പ്രൊഡക്റ്റ് യൂസ് അതാണ് ചെയ്യാൻ. അപ്പോൾ അത് എളുപ്പമല്ല. 100% പ്രൊഡക്റ്റ് യൂസ് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ പലപ്പോഴും പ്രൊഡക്റ്റിന്റെ എന്തെങ്കിലും പോരായ്മ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. മധുരം കൂടുതലാണ്, ഉപ്പ് കൂടുതലാണ്, എരിവ് കൂടുതലാണ്, അതിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പോരായ്മകൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ ആ പ്രൊഡക്റ്റ് എങ്ങനെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആക്കാമെന്നാണ് കണ്ടത്. ഉപ്പ് കൂടുതലാണെങ്കിൽ എൻ്റെ സവാള മുറിച്ചിടും, എരിവ് കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കും. എന്തെങ്കിലും ചെയ്തതിൻ്റെ നമുക്ക് ഉപയുക്തമാക്കി മാറ്റുക. 100% പ്രൊഡക്റ്റ് യൂസ് പ്രൊഡക്റ്റിനെ ഉപയോഗിക്കുക 100%. കാരണം RCMന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ RCMന്റെ പ്രൊഡക്ട്സ് ആണ്. ഐ ഡു ബിലീവ് RCMന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറഞ്ഞാൽ RCMന്റെ പ്രൊഡക്റ്റ് ആണ്. RCMന്റെ പ്രൊഡക്റ്റിനെ പറ്റി യാതൊരു പരിപാടി. കാരണം ഇതെന്റെ പ്രൊഡക്റ്റാണ്, ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റേതെന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഞാനത് 100% ഉപയോഗിക്കും. അപ്പം 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ശീലത്തിലേക്ക് ഞാൻ വന്നു. അത് കഴിഞ്ഞ 14 വർഷമായിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഈ ബിസിനസ്സിൽ ആദ്യം വേണ്ടത് സെൽഫ് ഡെവലപ്മെന്റ് ആണ്. ഒരാൾ RCM ബിസിനസ് വിജയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സെൽഫ് ഡെവലപ്മെന്റ്. രണ്ടാമത്തത് ടീം ഡെവലപ്മെന്റ്. അപ്പോൾ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യുക, ടീം ഡെവലപ്പ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾക്ക് ആരാണോ പ്രാധാന്യം കൊടുക്കുന്നത് അവർക്ക് ഈ ബിസിനസ് വിജയിക്കാൻ പറ്റും. ബാക്കിയൊക്കെ തന്നെ വന്നോളൂ. അപ്പോൾ സെൽഫ് ഡെവലപ്മെന്റ്, ഞാൻ മാറാൻ തയ്യാറാണ്. സുരേന്ദ്രൻ സാർ എപ്പോഴും പറയുന്നുണ്ട്, കലണ്ടർ മാറിയതുകൊണ്ട് ഒരിക്കലും ജീവിതം മാറില്ല. ജീവിതം മാറണമെങ്കിൽ ശീലങ്ങൾ മാറ്റണം. നമ്മുടെ ശീലങ്ങൾ മാറ്റിയാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. ഇപ്പോൾ കലണ്ടർ മാറ്റിയിട്ട് ജീവിതം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോ വർഷം നമ്മൾ കലണ്ടറുകൾ മാറാണ്, പക്ഷെ അതുകൊണ്ടൊന്നും ജീവിതം മാറത്തില്ല. ജീവിതം മാറണമെങ്കിൽ ശീലങ്ങൾ മാറണം. നല്ല ശീലങ്ങളിലേക്ക് നമുക്ക് വരാൻ പറ്റിയാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. നമ്മൾ RCMനെ പറ്റി പറയുമ്പോൾ RCMന്റെ ABCD പറയാറുണ്ട്. അതിൽ A പറയുന്നത് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരും, മനോഭാവത്തിൽ മാറ്റം വരിക. B ബിലീഫ്, വിശ്വാസത്തിൽ മാറ്റം കൊണ്ടുവരിക. C കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക. D എന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷൻ. ഇതാണ് RCMന്റെ ABCD എന്ന് പറയുന്നത്. ABCD ഓഫ് RCM. A ഫോർ ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് വരിക. വിശ്വാസം, B ബിലീഫ്. C എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ്. D എന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷൻ ഉണ്ടാകും. ഈ 4 കാര്യങ്ങളിലാണ് RCM ബിസിനസ്. അപ്പോൾ RCM എന്ന ഈ സംവിധാനത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും അവരുടെ മനോഭാവത്തിൽ മാറ്റം കൊണ്ടുവരും. ചേഞ്ച് ആകാൻ തയ്യാറാണ്. മാറ്റങ്ങൾ. ഈ കഴിഞ്ഞ 28-ാം തീയതി, എനിക്കൊന്ന് ബുധനാഴ്ചയായിരുന്നു, 28-ാം തീയതി ഹരിപ്പാട് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ലീഡർ ശൈലേഷ് കുമാർ ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറി. അദ്ദേഹത്തിൻ്റെ മകന് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. എല്ലാവർക്കും അയച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അയച്ച മെസ്സേജാണ്. ജസ്റ്റ് അത് ഞാൻ നോക്കട്ടെ ഉണ്ടോ എന്ന്. എല്ലാവരും കണ്ടു കാണുമായിരിക്കും. 1-2 ഗ്രൂപ്പുകൾ വന്നായിട്ടാണ് എൻ്റെ അദ്ദേഹം എഴുതിയിരിക്കുന്ന മെസ്സേജ് ഒന്ന് വായിക്കാം. RCM എന്ന 3 അക്ഷരം ഒരു കുടുംബത്തിന്റെ ജീവിതം മാറ്റിയ കഥ അറിയണ്ടേ. മകൻ എഴുതിയിരിക്കുന്നതാണ്. RCM എന്ന 3 അക്ഷരം ഒരു കുടുംബത്തിന്റെ ജീവിതം മാറ്റിയ കഥ അറിയണ്ടേ. അതെ, ട്രാൻസ്ഫോമിംഗ് ലൈവ്സ്. ജീവിത പ്രാരാബ്ദങ്ങളുമായി
കുടുംബം പോറ്റാൻ ചെയ്യാത്ത പണികളില്ല. കടക്കണിയിൽ നിൽക്കുമ്പോൾ ജീവിതം പച്ചപിടിപ്പിക്കാൻ ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിന്നപ്പോൾ ഈ സമയം ഒരു ദൈവദൂതനായി അങ്ങ് കോഴിക്കോട് നിന്നും ഹേമന്ത് കുമാർ സാർ ആർസ്യം എന്ന 3 അക്ഷരം സൈലേഷ് സാറിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും എതിർപ്പിനെ അവഗണിച്ചു. ആർസ്യമിനെ വിശ്വസിച്ചു. അതാണ് ബിലീഫ് എന്ന് പറഞ്ഞാൽ. ആർസ്യമിനെ വിശ്വസിച്ചു. കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും എതിർപ്പിനെ അവഗണിച്ച് ആർസ്യമിനെ വിശ്വസിച്ചു. 14 വാടക വീടുകളിൽ നിന്നും ഇന്ന് 1 കോടി രൂപ ചിലവഴിച്ച് സ്വന്തം വീട്ടിലേക്ക്. 28-ാം തീയതി ശൈലേഷ് കുമാർ അദ്ദേഹത്തിന്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറിയ പറ്റി മകൻ എഴുതിയ വാട്സാപ്പ് കുറിപ്പാണ്. ഇന്ന് 1 കോടി രൂപ ചിലവഴിച്ച് സ്വന്തം വീട്ടിലേക്ക് ഒരു സാധാരണക്കാരന്റെ മാറ്റം. ആർസ്യം എല്ലാം തരും. അതെ, ആർസ്യം എല്ലാം തരും. ഒരു മകൻ എഴുതിയിരിക്കുകയാണ്, ആർസ്യം എല്ലാം തരും. ഇനിയെങ്കിലും വിശ്വസിക്കൂ, അടിയുറച്ച് പ്രവർത്തിക്കൂ. നിങ്ങൾക്കും ആർസ്യമിലൂടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നേടാം. ജയ ആർസ്യം. ഇതാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ജയ ആർസ്യം. ആർസ്യം ജയിക്കട്ടെ. ശൈലേഷ് കുമാറിനെ നമുക്കൊക്കെ ഒരുപക്ഷെ പരിചയം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ മകനാണ് അക്ഷയ് കുമാർ. ഒരു വീട്ടിൽ നിന്ന് 2 ടെക്നിക്കൽ അച്ചീവേഴ്സ്, സ്റ്റാർപേൾ അച്ചീവേഴ്സ്. 14 തവണ 14 വീടുകളിൽ താമസിച്ചു. വാടക വീട്ടില്. പുതിയ വീടിന്റെ പാലുകാച്ചിലായിരുന്നു ബുധനാഴ്ച 28-ാം തീയതി. 1 കോടി രൂപയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ആർസ്യം എല്ലാം തരും. ആഗ്രഹിക്കുന്നവർക്കെല്ലാം തരും. അതുകൊണ്ടാണ് സുരേന്ദ്രഭട്ട് സാർ പറഞ്ഞ നെവർ കിറ്റ് ആർസ്യം. ആർസ്യം ഒരിക്കലും വിട്ടുപോകരുത്. ആർസ്യമിനെ ഒരിക്കലും വിട്ടുകളയരുത്. ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ് വിത്ത് ദ പവർ ഓഫ് വാല്യൂസ്. നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യും. അതിന് സഹായിക്കുന്ന ഒരു പ്രസ്ഥാനം. പൂർണ്ണമായിട്ട് ആർസ്യമിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. 100% ബിലീവ്. ഞാൻ ആർസ്യമിൽ വിശ്വസിച്ചു, 100% വിശ്വസിച്ചു. ആ 100% വിശ്വാസം എന്നെ ആർസ്യമിന്റെ സ്റ്റാർ എമറാൾഡ്. എനിക്കും വേണേ ആർസ്യം വിട്ടുപോകാമായിരുന്നു. കാരണം 2010-ൽ ഇന്ന് കാണുന്ന ആർസ്യം ഇല്ലായിരുന്നു. ആർസ്യം ആകപ്പാടെ കോട്ടയത്ത് 1-2 ഷോപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നു. പ്രൊഡക്റ്റിൽ ലഭ്യത വളരെ കുറവായിരുന്നു. പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ലീഡറെ കണ്ടുകിട്ടില്ലായിരുന്നു. സിസ്റ്റം അറിയാവുന്ന ആൾക്കാർ ആരും ഞാൻ കണ്ടിരുന്നില്ല. കാരണം എന്നെ ആരും സിസ്റ്റം പഠിപ്പിച്ചിട്ടില്ല. ആർസ്യം നല്ലതാണെന്ന് പറയാൻ ഒരു വ്യക്തി ഇല്ലായിരുന്നു. ആരോട് പറഞ്ഞാലും അയ്യോ വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമായിരുന്നു. നിനക്ക് വേറെ പണിയൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കുമായിരുന്നു. ആരോട് ചോദിച്ചാലും. ആർസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തോ തട്ടിപ്പ് പരിപാടിയാണ്, അങ്ങോട്ട് പോകണ്ടെന്ന് പറയും. ആർസ്യമിന്റെ ഉൽപ്പന്നമായി വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ ആൾക്കാർ എന്നെ സഹതാപത്തോടെയാണ് നോക്കിയത്. വളരെ സഹതാപത്തോടെ, ദൈന്യതയോടെ നോക്കി. ഇവന് വേറൊരു പണിയും കിട്ടിയില്ല, ഈ വീട് വീടാന്തരം ഉപ്പും മുളകും പറ്റുന്ന പണി മാത്രമേ കിട്ടിയുള്ളൂ. പരിഹാസങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് പല മീറ്റിങ്ങുകളും പരിഹാസം ഏൽക്കുന്നവരാണ് ഇതിഹാസങ്ങളായിട്ട് മാറുന്നത്. അപ്പൊ ആർസ്യം എന്ന ഈ സംവിധാനത്തിന്റെ പ്രത്യേകത ഇതാണ്. നിങ്ങളെ ഒന്ന് പരുവപ്പെടുത്തി എഴുതാൻ, പാകപ്പെടുത്തി എടുക്കാനുള്ള ഒരു പരീക്ഷണ ഘട്ടമാണ് ആദ്യത്തെ 1 വർഷം എന്ന് പറയുന്നത്. നിങ്ങളത് ശരിക്കും പരുവപ്പെടുത്തിയെടുക്കും. കഷ്ടതകൾ മാത്രമേ ആർസ്യമിലേക്ക്, ഞാൻ പറഞ്ഞ ആർസ്യമിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ലോറി പിടിച്ച് നിങ്ങളോട് വരുമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഭയാനകമായിരിക്കും ആദ്യത്തെ കുറേ വർഷങ്ങൾ. കഷ്ടപ്പാടുകളിൽ കൂടി കടന്നു പോകണം. എല്ലാവരും പറയും ആർസ്യമിനെ ഇഷ്ടപ്പെട്ട് ചെയ്യണം. ശരിയാണ്, ഇഷ്ടപ്പെട്ട് ചെയ്യണം. ആ കഷ്ടപ്പാടിനെ ഇഷ്ടപ്പെടാൻ പറ്റണം തുടക്ക സമയത്ത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കാലം മുഴുവൻ മാറി. പ്രൊഡക്റ്റുകളുടെ ലഭ്യത കൂടി. PV ജനറേറ്റ് ചെയ്യാൻ ഈസിയായി. എല്ലാം ഈസിയാണ്. ഇന്റർനെറ്റ് സൗകര്യമുണ്ട്. നിങ്ങളുടെ ബിസിനസ് ഓരോ സെക്കൻഡിലും നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. പക്ഷെ അന്ന് അങ്ങനെ ഇല്ലായിരുന്നു. അന്ന് ബിസിനസ് ചെയ്താൽ ചിലപ്പം അടുത്ത ദിവസമായിരിക്കും അറിയുന്നത് എന്താണ് ഇന്നലെ നടന്നത്. കേവലം 100ഉം 200ഉം PVക്ക് വേണ്ടി നമുക്ക് വലിയ ലെവലുകൾ നഷ്ടമായിട്ടുണ്ട്. 100 PVക്ക് ഒരു ലെവൽ നഷ്ടമാകുക, അത് ചിലപ്പം സ്റ്റാർ അച്ചീവ്മെന്റ് ആയിരിക്കാം, റോയൽറ്റി അച്ചീവ്മെന്റ് ആയിരിക്കും. അതൊക്കെ നഷ്ടമെന്ന് വെച്ചാൽ നിസാര PVക്കാണ്. കാരണം നോക്കി കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇതുപോലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇന്ന് കാണുന്ന ആർസ്യം ആയിരുന്നില്ല 14 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ആർസ്യം. കോട്ടയത്ത് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാനായിട്ട് ഒരു ഹോള് ബുക്ക് ചെയ്യണം. 500 രൂപയായിരുന്നു വിശ്വബിന്ദുകൃഷ്ണന്റെ ഹോള് കോട്ടയത്ത് ബുക്ക് ചെയ്യണമെങ്കിൽ. ഹോള് ബുക്ക് ചെയ്യുന്നു, അതിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. വിളിച്ചാൽ വരില്ല ആൾക്കാർ. 10 പേരെ കൂട്ടാൻ പറ്റാതെ കരഞ്ഞിട്ടുണ്ട്. കാരണം 50 പേരെ ചപ്പാത്തി ഉണ്ടാക്കി ഹോളിൽ ചെന്നിട്ട് 10 പേര് പോലും വരുന്നില്ല.
ചില മീറ്റിംഗ് 15 പേര് വരും, അടുത്ത മീറ്റിംഗ് നേരെ അത് 5ആയിട്ട് മാറും, അടുത്ത മീറ്റിംഗ് 8ആയിട്ട് മാറും, പിന്നെ ചിലപ്പോൾ 20 വരും. 20 വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും ഇനിയും കൂടുതൽ ആൾക്കാർ വരും, പക്ഷെ അടുത്ത മീറ്റിംഗ് ചിലപ്പോൾ 2 പേരെ വരും. ഹോള് ബുക്ക് ചെയ്യാതിരിക്കാൻ പറ്റും. 500 രൂപ മുടക്കി ഹോള് ബുക്ക് ചെയ്യണം. 50 പേർക്കെങ്കിലുള്ള ഭക്ഷണവുമായിട്ട് കോട്ടയത്ത് പോകണം. അങ്ങനെ 10 പേര് വരാൻ തുടങ്ങി, പിന്നെ അത് 20ആയി, പിന്നെ അത് 50ആയി. പിന്നെ അവിടുത്തെ ചെറിയ ഹോൾ മാറ്റി വലിയ ഹോളിലേക്ക് ഞങ്ങൾ മാറി. അവിടെ നിന്ന് അഞ്ജലി പാർക്കിലേക്ക് മാറി. 50 പേര് വരാൻ തുടങ്ങി, 100 വരാൻ തുടങ്ങി, പിന്നെ 200ആയി, 500ആയി, ആയിരങ്ങൾ വരാൻ തുടങ്ങി മീറ്റിങ്ങുകളുടെ. പക്ഷെ തുടക്കം അങ്ങനെ ആയിരുന്നില്ല. അന്ന് കൂടെ നിൽക്കാൻ ആരുമില്ലായിരുന്നു. ലീഡേഴ്സ് എന്ന് പറയാൻ ആരുമില്ല. ഞാൻ മാത്രമേ ലീഡറുള്ളൂ. ഞാനന്ന് ഈഗിൾ അച്ചീവറാണ്. ഞാൻ മാത്രമേ അന്ന് ലീഡറായിട്ടുള്ളൂ. അതിനുശേഷമാണ് ഇന്ന് കാണുന്ന എമറാൾഡും സ്റ്റാർപ്പേളും പേളും എല്ലാവരും കേരളത്തിലുണ്ടായത്. ആ കഥ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ കഥയാണ്. ഒരൊറ്റയാൾ പോരാട്ടമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കോട്ടയത്ത് നിന്ന് പുതുപ്പള്ളിയിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. 12 കിലോമീറ്റർ ദൂരെയാണ് കോട്ടയം. ആ കോട്ടയത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അവിടെ എല്ലാ മാസവും തുടർച്ചയായിട്ട് മീറ്റിംഗ് നടത്തുക. പ്രതിസന്ധികൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുള്ള മീറ്റിംഗ് മാത്രം ഞാൻ അവസാനിപ്പിച്ചില്ല. എല്ലാ മാസവും കൃത്യമായിട്ട് മീറ്റിംഗ് നടത്തും. ഇന്നും ആ മീറ്റിംഗ് അഭംഗുരം നടക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ ദിവസങ്ങൾ ഇവിടെ ഇരിക്കുന്ന സീനിയർ ലീഡേഴ്സിന് അറിയാം, ജോസാറിന് അറിയാം, നമ്മുടെ ജോളി മേഡത്തിന് അറിയാം, അവർക്കൊക്കെ അറിയാം. ഇന്ന് എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചു നിൽക്കുന്നവരുണ്ട്. പക്ഷേ ഞാനും ജമീലും എടുത്തൊരു കഷ്ടപ്പാട് ഇന്നത്തെ പല സീനിയർ ലീഡേഴ്സിനും അറിയാമെങ്കിൽ പോലും മുഖം തിരിഞ്ഞു നിൽക്കാനുള്ള ആൾക്കാർ. പക്ഷേ സിസ്റ്റം പവർഫുൾ ആണ്. സിസ്റ്റം, വ്യക്തിയല്ല, സിസ്റ്റമാണ് പവർഫുൾ. ആരെ സോപ്പിട്ട് നിന്നാൽ വിജയിക്കുന്ന ബിസിനസ് അല്ല ഇത്. കഷ്ടപ്പെട്ട് വിജയിക്കേണ്ട ബിസിനസ്സാണ്. അങ്ങനത്തെ ഒരു സംവിധാനത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ മനോഭാവത്തിലാണ് മാറ്റം വരേണ്ടത്. 4 തരം മനോഭാവങ്ങൾ വേണം RCM വരുന്ന ഒരു വ്യക്തിക്ക്. ഒന്ന്, ലേണിംഗ് ആറ്റിറ്റ്യൂഡ്, പഠിക്കാനുള്ള ഒരു മനോഭാവം. ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ, അതുകൊണ്ടാണ് ഞാൻ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ലേണിംഗ് ആറ്റിറ്റ്യൂഡ്, പഠിക്കാനുള്ള മനോഭാവം. RCM എന്താന്ന് പഠിക്കുക, RCMന്റെ സിസ്റ്റം എന്താന്ന് പഠിക്കുക. ഞാൻ പറയാറുണ്ട്, എന്നെ അല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, RCMന്റെ സിസ്റ്റത്തെ ഫോളോ ചെയ്യും. ആൾക്കാരെ എൻ്റെ കൂടെ കുറെ എന്നെ വിളിക്കുന്ന ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുന്ന ബിസിനസ് അല്ല. സിസ്റ്റം ഫോളോ ചെയ്യുന്നവരെ നിങ്ങളുടെ ടീമിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ വിജയിച്ചു. ഇന്ന് എൻ്റെ ബിസിനസ് കേരളക്കാരെ കടന്ന് കേരളത്തിന് വെളിയിലേക്ക് പോയി. ഇന്നലെ ഞങ്ങളൊരു സൂം മീറ്റിംഗ് നടത്തി നമ്മുടെ പ്രിയപ്പെട്ട മാണി സാറിന് വേണ്ടി പൂനെയിൽ. കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ സൂം മീറ്റിംഗ്, ഞാൻ പൂനെ പോയിട്ടില്ല, ബിസിനസ്സിൽ ആരോടും ഞാൻ പൂനെയിൽ ബിസിനസ് പറഞ്ഞില്ല. പക്ഷേ ഇന്നലെ ഏകദേശം 10 പേര് പങ്കെടുത്ത ഒരു മീറ്റിംഗ്, ഞങ്ങൾ സൂം മീറ്റിംഗ് നടത്തി പൂനെ എന്ന സ്ഥലത്ത്. നാളെ പൂനെയിൽ ഒരു ഷോപ്പ് വന്നേക്കാം. അപ്പോൾ എൻ്റെ ബിസിനസ് കേരളം കടന്ന് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാൻ തുടങ്ങി. നാളെ ഞാൻ പറഞ്ഞു ഓൾറെഡി മൈസൂർ ഷോപ്പ് വരുന്നു. ഇതെന്തുകൊണ്ടാണ്? RCMനെ പഠിക്കാൻ തയ്യാറാണല്ലോ. എൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഞാൻ മാറ്റം കൊണ്ടുവന്നു, ലേണിംഗ് ആറ്റിറ്റ്യൂഡിലേക്ക് വന്നു. പഠിക്കുന്ന എനിക്ക്, കാരണം ഞാൻ RCM വരുന്നത് 40ാമത്തെ വയസ്സിലാണ്. 40 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത് RCMനെ. കഴിഞ്ഞ 14 വർഷവും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. എന്നും എന്തെങ്കിലും പുതിയതായിട്ട് എൻ്റെ ടീമിന് കൊടുക്കണം. അതിന് കൂടുതൽ പഠിക്കണം. എവിടെയൊക്കെ അറിവ് കിട്ടുമോ? തിരുവനന്തപുരത്ത് നമ്മൾക്ക് സ്റ്റാർ അച്ചീവേഴ്സ് ബിനുസാറുണ്ട്. അദ്ദേഹം പറയും, ഏത് ചെറിയ ആളിൽ നിന്ന് നിങ്ങൾക്ക് അറിവ് നേടാം. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങളെല്ലാം തികഞ്ഞ ആളാണ്, ഞാൻ എല്ലാം പഠിച്ച ആളാണ്. ചില ആൾക്കാരുടെ മനോഭാവം അതാണ്, എനിക്കെല്ലാം അറിയാം, ഞാൻ എവിടെയൊക്കെയോ പോയിട്ട് എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. ഒന്നുമില്ല. RCMനെ ഞാൻ പോലും 10% പഠിച്ചിട്ടില്ല. കഴിഞ്ഞ 14 വർഷമായിട്ട് നിരന്തരം RCMനെ പഠിച്ചുകൊണ്ടിരിക്കുകയും പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്ത് ഞാൻ പറഞ്ഞു, ഞാൻ 10% RCMനെ പറ്റി പഠിച്ചിട്ടില്ല ഇതുവരെ, ഇനിയും പഠിക്കാൻ കിടക്കും. അതുകൊണ്ട് ആരിൽ നിന്നും കിട്ടുന്ന അറിവ് ചെറുതല്ല. എത്ര കൂടുതൽ അറിവ് നിങ്ങൾക്ക് നേടാൻ പറ്റും അത്രയും കൂടുതൽ അറിവുകൾ നേടിയെടുക്കുക. പഠിക്കുന്ന ശീലം കൊണ്ടുവരിക, ലേണിംഗ് ആറ്റിറ്റ്യൂഡ്. അറിവ് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. നോളജ് ഈസ് ദ പവർ. നിങ്ങൾ ഏത് ഫീൽഡിൽ എടുത്തോളൂ, അവിടെ മഹാൻ അല്ലെങ്കിൽ അവിടുത്തെ വിശിഷ്ട വ്യക്തി എന്ന് പറയുന്നത്, വിശേഷാൽ അറിവ് നേടിയ വ്യക്തി ആരാണോ അവരാണ് ഏറ്റവും കൂടുതൽ ആ മേഖലയിൽ വിജയിക്കുന്നത്. ഏത് ഫീൽഡ്, ഡോക്ടർ ആയിക്കോട്ടെ, വക്കീലായിക്കോട്ടെ, പേരും പ്രശസ്തി ഉണ്ടാകുന്നത് ആ മേഖല, താൻ നിൽക്കുന്ന മേഖലയെ പറ്റി ഏറ്റവും കൂടുതൽ അറിവുള്ള വ്യക്തി. കേരളത്തിൽ RCMനെ പറ്റി ചോദിച്ചാൽ എന്തും പറയാൻ പറ്റുന്ന വ്യക്തിത്വമാണ് മൂർത്തി സാർ. നമുക്കെല്ലാം അറിയാം. നമ്മുടെ RCM ബിസിനസ്സിൽ ഏറ്റവും പ്രശസ്തൻ ആരാന്ന് ചോദിച്ചാൽ കേരളത്തിൽ മൂർത്തി സാർ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് അത്രയും അഗാധമായ നോളജ് കേരളത്തിൽ ആർക്കും ഇല്ല. ഏത് പ്രൊഡക്റ്റിനെ പറ്റി ഏത് സമയത്തും ചോദിച്ചോളൂ, മൂർത്തി സാർ പറയും.
സിസ്റ്റത്തെ പറ്റി എന്ത് സംശയമുണ്ടോ അവസാന വാക്ക് മൂർത്തി സാറാണ്. എന്തിനെ പറ്റി ചോദിച്ചാലും അദ്ദേഹത്തിന് അറിവുണ്ട്. കാരണം ലേണിംഗ് ആറ്റിറ്റ്യൂഡ്, പഠിക്കാനുള്ള ഒരു എന്താണ് മനോഭാവം ഉണ്ടാക്കിയെടുക്കുക, പഠിക്കുക, മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക. ചെറിയ മീറ്റിംഗ് ആയിട്ട് വലിയ മീറ്റിംഗ് ആയിക്കോട്ടെ, അപ്ലൈൻ പങ്കെടുക്കുന്ന മീറ്റിംഗ് ആയാലും പങ്കെടുക്കണം. ചില ആൾക്കാർ ഞാൻ വലിയ ലീഡർ ആയതുകൊണ്ട് ഇനി അപ്ലൈൻ്റെ മീറ്റിംഗ് പങ്കെടുക്കില്ല. അങ്ങനെയല്ല, എല്ലാവരും ഏറ്റവും ചെറിയ ആൾക്കാർ. ഞാൻ എല്ലാ സൂം മീറ്റിങ്ങിലും, ഞാൻ എല്ലാ ദിവസവും 6 മണിക്കത്തെ സൂം മീറ്റിംഗിൽ കയറാറുണ്ട്. എന്നേക്കാൾ എത്രയോ പുതുതായിട്ട് വന്ന ആൾക്കാരാണ്, എങ്കിലും ഞാൻ എല്ലാ മീറ്റിങ്ങിലും ഉണ്ടാവും. എന്തിനാണ്? പഠിക്കാം, ആരിൽ നിന്നും എന്തും പഠിക്കാം, എപ്പോഴും പഠിക്കാം, എപ്പോഴും പഠിക്കാം. ലേണിംഗ് ആറ്റിറ്റ്യൂഡിലേക്ക് കൊണ്ടുവരിക. ശരിയായ കാര്യങ്ങൾ പഠിക്കുക, തെറ്റായ കാര്യങ്ങളല്ല പഠിക്കേണ്ടത്, ശരിയായ കാര്യങ്ങൾ പഠിക്കണം. പഠിക്കുന്നത് ശരിയാണെന്ന് ബോധ്യമുണ്ടാക്കണം. അതുകൊണ്ട് വീണ്ടും ചെക്ക് ചെയ്യുക, ഞാൻ പഠിച്ചത് ശരിയാണോ. ഇപ്പോൾ പഠിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ലേണിംഗ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആ മനോഭാവം, പഠിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ മാറണം. മീറ്റിങ്ങുകളിൽ സ്ഥിരമോട് പങ്കെടുക്കുക. അത് ഫിസിക്കൽ മീറ്റിംഗ് ആയിട്ട് ആരും പറയാൻ പാടില്ല. നിങ്ങളോട് ആരും ആവശ്യപ്പെടുന്നത് പോയി മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ആരും പറയരുത്. സ്വയം എടുക്കുക, എനിക്കും പഠിക്കണം, ഈ സിസ്റ്റത്തെ പറ്റി പഠിക്കണം, പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കണം, കമ്പനിയെ പറ്റി പഠിക്കണം, ലീഡേഴ്സിനെ പറ്റി പഠിക്കണം, അവരുടെ ജീവിത ചരിത്രം പഠിക്കണം. ഇതൊക്കെ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ്സിൽ സക്സസ് ആകും. ലേണിംഗ് ആറ്റിറ്റ്യൂഡ്. എന്തിനു വേണ്ടി? എനിക്ക് എന്നെ ഡെവലപ്പ് ചെയ്യാനുള്ളതാണ് ലേണിംഗ് ആറ്റിറ്റ്യൂഡ്. ഞാൻ ഡെവലപ്പാണ്. ഞാൻ പറഞ്ഞു സെൽഫ് ഡെവലപ്മെന്റ്. ഈ ബിസിനസിന്റെ വിജയത്തിന് ഏറ്റവും വേണ്ടത് സെൽഫ് ഡെവലപ്മെന്റ് ആണ്. അതിൽ ഫസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഞാൻ ലേണിംഗ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറും. രണ്ടാമത്തേത്, ഈ ബിസിനസ് വിജയിക്കാൻ വേണ്ടി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. എന്തിനേയും പോസിറ്റീവായിട്ട് കാണാൻ പറ്റും. ഏത് നെഗറ്റീവ് അവസ്ഥയിലും ഒരു പോസിറ്റിവിറ്റി കാണാൻ പറ്റണം. പ്രതിസന്ധികൾ ഉണ്ടാവും, ബി പോസിറ്റീവ്. TCG പറഞ്ഞു, ആശയം ബിസിനസ് എങ്കിൽ ശരം, ശങ്ക, അഹങ്കാർ, ഈ 3 കാര്യങ്ങൾ ഒഴിവാക്കണം. നാണക്കേടിന്റെ അവസ്ഥയിലും നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകണം. സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പോസിറ്റീവായിട്ട് സംശയം കാണാൻ പറ്റും. ഈഗോ ഉണ്ടാവും, അഹങ്കാർ. TCG പറഞ്ഞ 3 കാര്യങ്ങളാണ്. RCM ബിസിനസ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണമോ 3 കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കാൻ തരണം. ശരം, ശങ്ക, അഹങ്കാർ എന്ന് പറഞ്ഞു. നാണക്കേട് ഒഴിവാക്കുക, അഭിമാനത്തോടെ RCM ബിസിനസ് ചെയ്യുക. എന്തുകൊണ്ടാണ് അഭിമാനത്തോടെ ചെയ്യേണ്ടത് ഈ ബിസിനസ്? നമ്മൾ ചെയ്യുന്നതൊരു മിഷനാണ്. ഇന്ത്യയിലെ 142 കോടി ജനങ്ങൾക്കും ഗുണകരമായ ഒരു മിഷനാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ടു ബിൽഡ് എ ന്യൂ ഇന്ത്യ, നവഭാരത നിർമ്മാണം, ഒരു നവഭാരതം സൃഷ്ടിക്കുക എന്നുള്ള ഏറ്റവും വലിയ മിഷൻ. ചെറിയ മിഷൻ അല്ല ഇത്. ഇതിന്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് TCG ഇത് ഏറ്റെടുത്തു? അതുകൊണ്ട് അദ്ദേഹത്തെ യുഗപുരുഷൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹം ഏറ്റെടുത്ത ഏറ്റവും വലിയ മിഷനാണ്. ആ മിഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മൾ എന്തിനു വേണ്ടി RCM ചെയ്യണം? കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എൻ്റെ പെട്ടിയിൽ കുറച്ച് പൈസ വീഴാൻ വേണ്ടിയാണോ ഞാൻ RCM ബിസിനസ് ചെയ്യുന്നത്? അല്ല. ഒരു നവഭാരത നിർമ്മാണം. ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരിലേക്കും ഈ മിഷൻ എത്തണം. നമ്മുടെ സൗരഭ് ജി കഴിഞ്ഞ രാജഗിരി ഓഡിറ്റോറിയത്തിൽ പറഞ്ഞു, എൻ്റെ സ്വപ്നം ഇന്ത്യയിലുള്ള എല്ലാ വീടുകളിലും RCMന്റെ ഒരു പ്രൊഡക്റ്റെങ്കിലും എത്തിക്കുക. ന്യൂട്രിചാർജ് എടുത്ത തീരുമാനം എന്താണ്? അടുത്ത 5 വർഷം കൊണ്ട് ഇന്ത്യയിലുള്ള 15 കോടി സ്ത്രീകളിലേക്ക് ന്യൂട്രിചാർജ് വുമൺ എത്തിക്കണം. ഇതൊരു മിഷനാണ്. എന്തിനാണ് മിഷൻ? അതാണ് നവഭാരത നിർമ്മാണം. ഇന്ത്യയെ ഒരു നല്ല രാജ്യമാക്കി മാറ്റുക. അപ്പോൾ രാജ്യത്തെ നല്ലതാക്കണമെങ്കിൽ രാജ്യത്തെ ജനങ്ങളിലാണ് ഈ മാറ്റം കൊണ്ടുവരേണ്ടത്. ജനങ്ങളിലേക്ക് എത്തിക്കുക. എന്തെത്തിക്കുക? ആരോഗ്യം എത്തിക്കുക. RCMന്റെ ഏറ്റവും വലിയ മിഷന്റെ ഒന്നാമത്തെ ഭാഗമാണത്. ടു ബിൽഡ് എ ന്യൂ ഇന്ത്യ. ഒരു നല്ല ഭാരതം സൃഷ്ടിക്കണമെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ ആരോഗ്യമുള്ളവരായിട്ട് മാറണം. ആശുപത്രി പോലും കയറി ഇറങ്ങി നടക്കുന്നവരാകരുത്. നമ്മുടെ പ്രൊഡക്റ്റീവ് ടൈം നമ്മുടെ രാഷ്ട്രത്തിന് ഗുണകരമാക്കി മാറ്റണമെങ്കിൽ ബെഡിൽ കിടന്ന് നടക്കില്ല. ആൾക്കാർ ആരോഗ്യമുള്ളവരായിട്ട് മാറണം. അവരിലേക്ക് ആരോഗ്യം എത്തിക്കണം. ആ മിഷൻ ഏറ്റെടുത്തവരാണ് നമ്മൾ. സച്ചാ സേവകരായിട്ട് മാറണം. RCMന്റെ സച്ചാ സേവക്. പരസ്പരം സ്നേഹിക്കുന്നവരായിരിക്കണം. അതാണ് RCM വിഭാവനം ചെയ്യുന്നത്. അല്ലാതെ കുറച്ച് പണം ഉണ്ടാക്കാനോ ഉള്ള പ്രസ്ഥാനമൊന്നുമല്ല RCM. TCG പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, RCMൽ ധാരാളം പണമുണ്ട്. RCM ബഹുത് പൈസ എന്ന് പറഞ്ഞാൽ RCMൽ ഇഷ്ടം പോലെ പണമുണ്ട്. പക്ഷേ RCMൽ നിങ്ങൾ പണം ഉണ്ടാക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തില്ല. പണം ഉണ്ടാക്കാൻ വരുന്നിടത്ത് പ്രശ്നങ്ങളുണ്ടാവും, തമ്മിൽ പകയുണ്ടാവും, ആൾക്കാരെ പറ്റിക്കാനുള്ള മനോഭാവം ഉണ്ടാവും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. പണം ഉണ്ടാക്കുന്നതാണ് നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമെങ്കിൽ അത് പ്രശ്നങ്ങൾക്കും ഉണ്ടാക്കും. പക്ഷെ RCMൽ നിങ്ങൾ വരേണ്ടത് അതിനുവേണ്ടിയല്ല. ഒരേ ഭാവത്തോടെ ആയിരിക്കണം എല്ലായിരിക്കും. നമ്മുടെ പ്രാൺഗീത എടുത്ത് വായിക്കണം.
ഹിന്ദി മനസ്സിലാകുന്നെങ്കിൽ മലയാളം ഒരു 5-6 പ്രാവശ്യം നിങ്ങൾ എടുത്ത് വായിക്കും. പല ആൾക്കാരും പ്രാണിക്കൊന്നും വായിക്കാറില്ല. അതിന്റെ ഓരോ സെന്റൻസും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള സെന്റൻസ് ആണ്. ഹിന്ദി ആയതുകൊണ്ട് നമ്മളങ്ങ് ചൊല്ലിവിടുന്നു. പക്ഷേ മലയാളം, ഹിന്ദി അറിയത്തില്ലെങ്കിൽ മലയാളം എടുത്ത് വായിച്ചു നോക്കണം. എന്താണ് RCMന്റെ മുഴുവൻ അന്തസത്തയും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ട് നമ്മുടെ ശ്രീല ടീച്ചർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പഠിക്കണം. അതാണ് ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞത്. പഠിക്കണം. RCM എന്താണെന്നും RCMന്റെ അന്തസത്ത എന്താണെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. TCG വിഭാവനം ചെയ്ത ഈ പ്രസ്ഥാനം ചെറിയ പ്രസ്ഥാനമല്ല. ഇതിന് സമാനമായ ഒരു അതുല്യ പ്രസ്ഥാനമാണ്. ഇതിന് സമാനമായ മറ്റു പ്രസ്ഥാനം ഇന്ത്യയിൽ നിങ്ങൾക്ക് ഇനി കണ്ടെത്താൻ പറ്റും. അത്ര അതുല്യമായ ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ് നമ്മൾ. അതിന്റെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് ആരോഗ്യ സംരക്ഷണം. ഇന്ത്യയിലുള്ള 142 കോടി ജനങ്ങളുടെയും ആരോഗ്യം സംരക്ഷിക്കുക. അതിന് സഹായിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് RCM സ്വയം നിർമ്മിക്കുന്നത്. അതിന്റെ റിസർച്ച് നടത്തുന്നു, അതിന്റെ ഡെവലപ്മെന്റ് നടത്തുന്നു, അതിന്റെ മാർക്കറ്റിംഗ് നടത്തുന്നു. ഇന്ത്യയിലെ ഓരോ ആളുടെയും കൈകളിലേക്ക് എത്തിക്കാനുള്ള വിതരണ ശൃംഖല തയ്യാറാക്കിയിരിക്കുന്നു. 1.5 ലക്ഷത്തോളം ഡിസ്പ്ലേ വാളുകൾ. ഓരോ വീടാന്തരം ഉൽപ്പന്നം എത്തും. അത് ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ആരോഗ്യം എത്തും. അങ്ങനെ 142 കോടി ജനങ്ങളിലേക്കും ആരോഗ്യം എത്തിക്കുക എന്നുള്ളത് RCMന്റെ ദൗത്യമാണ്. ഇറ്റ്സ് എ മിഷൻ. നമുക്കറിയാം, നമ്മുടെ ഗാമ ഒറൈസനോൾ, ഹെൽത്ത് കാർഡിന് ഗാമ ഒറൈസനോൾ 5 കോടി ഇന്ത്യക്കാരിലേക്ക് എത്തിക്കുക. അവരുടെ മിഷൻ അതാണ്. അപ്പൊ നമ്മൾ കണ്ട സത്യത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ദൗത്യം. അപ്പം സെൽഫ് ഡെവലപ്മെന്റ് ഭാഗമാണ് സ്വയം ആരോഗ്യത്തിലേക്ക് എത്തിക്കുകയും മറ്റുള്ളവരെ ആരോഗ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്. സ്വയം എത്തണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. രണ്ടാമത്തേതാണ് സെൽഫ് ഡിപെൻഡൻസി. സ്വയം പര്യാപ്തതയിലേക്ക് ഒരു വ്യക്തി എത്തിക്കുക. ഇവിടെ നമ്മുടെ ശൈലേഷ് കുമാറിന്റെ കാര്യം ഞാൻ പറഞ്ഞു. 14 വാടക വീടുകളിൽ താമസിച്ച വ്യക്തി ഇന്ന് സ്വന്തം കിടപ്പാടത്തിലേക്ക് മാറി. 1 കോടിയുടെ വീട്. RCM എല്ലാം തരും. മകൻ ഉറപ്പിച്ചു പറയുന്നു, RCM എല്ലാം തരും. കാരണം വർഷങ്ങളായിട്ട് അച്ഛന്റെ പ്രവർത്തനം നേരിൽ കണ്ട് ആ പ്രസ്ഥാനത്ത്, അച്ഛൻ ഏത് പ്രസ്ഥാനത്തിലാണ് ആ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച വ്യക്തിത്വമാണ് ആഷിഖ്. അവൻ പറഞ്ഞതാണിത്. നമുക്കും വിശ്വസിക്കാൻ പറ്റും. അപ്പൊ സ്വയം പര്യാപ്തതയിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കും, ഒരു സംശയം വേണ്ട. മൂന്നാമത്തേതാണ് വുമൺ എംപവർമെന്റ്, നാരി സശക്തീകരണം. ഹിന്ദി പറയുന്നത് വുമൺ എംപവർമെന്റ് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം. സ്ത്രീകളെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എത്തിക്കുക, സമൂഹത്തിന്റെ മുഖ്യ ഭാഗമാക്കി മാറ്റുക. സ്ത്രീകളിലേക്ക് ആരോഗ്യവും സമ്പത്തും സമ്മാനവും എല്ലാം എത്തിക്കുക. സ്ത്രീകളിലേക്ക് ഒരു സമൂഹത്തിൽ എല്ലാ നേട്ടങ്ങളും എത്തിക്കുക. സ്ത്രീ ശാക്തീകരണം. 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഈ ലക്ഷ്യങ്ങളിൽ കൂടി ഒരു നവഭാരത നിർമ്മാണം. ഇറ്റ്സ് എ നോബിൾ കൺസെപ്റ്റ്. ഒരു കൺസെപ്റ്റ്, ആശയമാണ്. ഇറ്റ്സ് എ നോബിൾ കൺസെപ്റ്റ്. മറ്റാരും മുന്നോട്ട് വെക്കാത്ത ഒരു ആശയവുമായിട്ടാണ് TCG നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ആശയം നമ്മുടെ കൈ കിട്ടിയിട്ട് നമ്മൾ അതിനെ എങ്ങനെ ഏറ്റെടുക്കുന്നു? അപ്പൊ ഇത് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ ആദ്യം നമ്മൾ സെൽഫ് ഡെവലപ്മെന്റിലാണ്. അതുകൊണ്ടാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ ബി പോസിറ്റീവ്. പണം ഉണ്ടാക്കാൻ വേണ്ടി അല്ല RCMലേക്ക് വരേണ്ടത്. ഈ നന്മയെ നമുക്ക് മനസ്സിലാകണം. ഗോപകുമാർ സാർ പറഞ്ഞിട്ടുണ്ട്, ആദ്യം കൺവിൻസ് ആകേണ്ടത് ഞാനാണ്. അവനവൻ കൺവിൻസ് ആകുക, അതിനുശേഷം മറ്റുള്ളവരെ കൺവിൻസ് ആകുക. കഴിഞ്ഞ ദിവസം എൻ്റെ ടീമിലെ ഒരു ലീഡർ ഒരു ടെക്നിക്കൽ വെച്ച് പറഞ്ഞു, RCMൽ ജോയിൻ ചെയ്തിട്ട് ഗോതമ്പും മല്ലിയും മുളകും പൊടിക്കാനായിട്ട് ഫ്ലോർ മില്ലിന് മുമ്പിൽ ക്യൂ നിൽക്കുന്ന ധാരാളം RCMകാരുണ്ട്. സത്യമാണ്. ഗോതമ്പ് പൊടിക്കാൻ പോകുന്നു, മുളക് പൊടിക്കാൻ പോകുന്നു, മല്ലി പൊടിക്കാൻ പോകുന്നു, മഞ്ഞൾ പൊടിക്കാൻ പോകുന്നു. എവിടെയാണ്? RCM ബിസിനസ്സിലാണ്. RCMന്റെ 100% ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറയുകയും പോകുന്നത് അവിടെ ക്യൂ നിൽക്കാൻ. സപ്ലൈകോ ക്യൂവിലാണ്, റേഷൻ കട ക്യൂവിലാണ്. ആരും അറിയാതെ പോകുന്നവരുണ്ട്. നമ്മൾ നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ മഹത്വം. അതുകൊണ്ട് ബി പോസിറ്റീവ്. ഈ കാര്യങ്ങളൊക്കെ ബി പോസിറ്റീവ്. ഇനി ഞാൻ RCMന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ, അപ്പൊ പിന്നെ മുളക് പൊടിക്കാൻ പോകേണ്ട ആവശ്യമില്ല, മല്ലി പൊടിക്കാൻ പോകേണ്ട ആവശ്യമില്ല, ഗോതമ്പ് പൊടിക്കാൻ പോകേണ്ട ആവശ്യമില്ല, റേഷൻ കടയിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, സപ്ലൈകോയിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. RCM സെൽഫ് സഫീഷ്യന്റ് ആണ്. അല്ലെ? RCM സ്വയം പര്യാപ്തതയിലേക്ക് വരുമ്പോൾ RCMലുള്ള ആൾക്കാരും സ്വയം പര്യാപ്തതയിലേക്ക് എത്തണം. അപ്പൊ ഇത്രയും നോബിളായുള്ള കൺസെപ്റ്റുമായിട്ട് ഒരു പ്രസ്ഥാനം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ
ആ പ്രസ്ഥാനത്തെ പറ്റി പോസിറ്റീവായിട്ടല്ലാതെ എന്താണ് നമുക്ക് ചിന്തിക്കാനുള്ളത്? ഈ ഒരു ഓപ്പർച്യൂണിറ്റി TCG നമുക്ക് തന്നത് ഫ്രീ ആയിട്ടല്ലേ? ഏകദേശം 4000 ഉൽപ്പന്ന ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് നമുക്ക് തന്നത് ഫ്രീ ആയിട്ടല്ലേ? എത്ര പൈസ നമുക്കതിന് ചെലവുണ്ട്? നമ്മുടെ ഒരു ഐഡിയ പോലും TCG കൊടുക്കേണ്ടി വന്നില്ലല്ലോ. അദ്ദേഹം ഇതൊന്നും നമ്മളോട് ചോദിച്ചില്ലല്ലോ. അദ്ദേഹം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഡയറക്ട് സെല്ലിംഗ് ആക്കി മാറ്റിയിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന സിസ്റ്റത്തിലേക്ക് ഉയർത്തിയിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലേക്ക് നമ്മുടെ തൊട്ടടുത്ത് ഈ പ്രൊഡക്റ്റ് എത്തിച്ചു തന്നില്ലേ? അതുകൊണ്ടാണ് TCG പറഞ്ഞത്, 7 കാർഡിനൽസിൽ പറഞ്ഞിട്ടുണ്ട്, നെവർ ഡു 3 C's. 3 Cയുടെ ആവശ്യം ഒന്നുമില്ല. ഓരോ സാറ് മഹാൻ 5068 ലിസ്റ്റ് പ്രൊഡക്ട്സ് ഉണ്ടെന്നാണ്, ലിസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് 5068 പ്രൊഡക്ട്സിന്റെ ലൈൻ ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടെന്നാണ് ഇപ്പം പറയുന്നത്. 5000-ലധികം പ്രൊഡക്റ്റ്. ഇത്രയും സംവിധാനം നമുക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കി തന്നില്ലേ TCG? എത്ര വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഒരു സാധാരണക്കാരനും ഏത് ലെവലിലുള്ള ഒരു വ്യക്തിക്കും തനിക്ക് അസാധാരണക്കാരനാകാനുള്ള അവസരം TCG നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ഒരുക്കി തന്നില്ലേ? ഈ പ്ലാറ്റ്ഫോം നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ, അതുകൊണ്ടാണ് നോ യൂസ്, ഉപയോഗിക്കുന്നില്ല. ഏത് പ്ലാറ്റ്ഫോമും നമുക്ക് വേണമെങ്കിൽ 3 വിധത്തിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞത്. ഒന്ന്, യൂസ് ചെയ്യാം. 2, നോ യൂസ്, ഉപയോഗിക്കാതിരിക്കാം. 3ാമത്തെ, ദുരുപയോഗം ചെയ്യാം. ദുരുപയോഗം ചെയ്യാൻ ആൾക്കാർ റെഡിയാണ്, പറ്റിക്കാൻ റെഡിയാണ്. യൂസ് ചെയ്യുക. നമുക്ക് കിട്ടിയിരിക്കുന്ന പ്ലാറ്റ്ഫോം എത്ര പവിത്രമായ ഒരു പ്ലാറ്റ്ഫോമാണ് TCG നമ്മുടെ കൈകളിലേക്ക് തന്നിരിക്കുന്നത്. ജീവനുള്ള പ്രൊഡക്റ്റുകളല്ലേ നമ്മുടെ കയ്യിലേക്ക് ആ പ്ലാറ്റ്ഫോം വഴി തന്നിരിക്കുന്നത്. സംസാരിക്കുന്ന പ്രൊഡക്റ്റുകൾ. നിങ്ങളെ പ്രൊഡക്റ്റ് കൊടുത്താൽ ആ പ്രൊഡക്റ്റ് നാളെ മറ്റുള്ളവരുടെ വായിൽ കൂടി സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്ന പ്രൊഡക്റ്റുകളാണ് ആ പ്ലാറ്റ്ഫോമിലുള്ളത്. എത്ര പവർഫുൾ ആയ ഒരു സിസ്റ്റമാണ്. ഒരു സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം അല്ലേ TCG നമുക്ക് തന്നത്. TCG അതുകൊണ്ട് തന്നെ നെവർ ഡു 3 C's. ഒന്നാമത്തെ C, കംപ്ലൈൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ കംപ്ലൈൻറ്റ് ചെയ്യാൻ ഒരു സാധ്യതയില്ല. ക്രിട്ടിസൈസ് ചെയ്യരുത്. ആരെയും ക്രിട്ടിസൈസ് ചെയ്യേണ്ട, കമ്പനിയെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട, ലീഡേഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട, നിങ്ങളെ RCBയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയെ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ട. അദ്ദേഹം ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തി ആയിക്കോട്ടെ, ഇഷ്ടമില്ലാത്ത വ്യക്തി ആയിട്ടുള്ള, നിങ്ങൾക്കൊരു അവസരം അദ്ദേഹം കാണിച്ചു തന്നില്ലേ? ഒരു പ്ലാറ്റ്ഫോം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തന്നില്ലേ? ഡോണ്ട് ക്രിട്ടിസൈസ്. നെവർ ഡു 3 C's. കംപ്ലൈൻറ്റ് ചെയ്യാൻ പാടില്ല, ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല, കണ്ടം ചെയ്യാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല, അധിക്ഷേപിക്കാൻ പാടില്ല. നിങ്ങളുടെ ലീഡർ ആരും ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നില്ലേ? നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു തന്നില്ലേ? നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ചത് ആളായിരിക്കില്ല, പക്ഷേ നിങ്ങളോട് ഈ ഓപ്പർച്യൂണിറ്റി പറ്റി പല പ്രാവശ്യം പറഞ്ഞില്ലേ? നിങ്ങൾ അദ്ദേഹത്തിന്റെ ക്ലാസ് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾ എന്തിന് ക്രിട്ടിസൈസ് ചെയ്യണം? നിങ്ങൾ എന്തിനു അധിക്ഷേപിക്കണം? എന്തിന് പരിഹസിക്കണം? എന്തിന് കംപ്ലൈൻറ്റ് പറയണം? അതുകൊണ്ടാണ് ഈ സിസ്റ്റം അറിയാവുന്നവർ പറഞ്ഞത്, അപ്ലൈൻ അമ്മയെ പോലെയാണ്. നിങ്ങൾക്ക് മുകളിലുള്ള വ്യക്തി നിങ്ങൾക്ക് അമ്മയെ പോലെയാണ്. അമ്മയെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അറിയത്തില്ലാത്തവരല്ല പറഞ്ഞത്, RCMനെ അടുത്തറിഞ്ഞവരാണ്. RCMന്റെ സീനിയർ ലീഡേഴ്സാണ് പറഞ്ഞത്, RCMൽ നിങ്ങളുടെ അപ്ലൈൻ അമ്മയെ പോലെയാണ്. അമ്മയെ എങ്ങനെയാണ് ബഹുമാനിക്കുന്നത് അതുപോലെ നിങ്ങൾ ബഹുമാനിക്കണം. കാരണം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ അമ്മയെ പോലെ ബഹുമാനിക്കും. തിരിഞ്ഞു നിൽക്കുകയല്ല വേണ്ട. ലീഡറെ കാണുമ്പോൾ അടുത്ത് വന്ന് സ്നേഹാദരത്തോടെ സന്തോഷം പ്രകടിപ്പിക്കണം. അതിനുവരെ മുഖം തിരിച്ച് നടക്കല്ല വേണ്ടത്. സിസ്റ്റം അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റം പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും. ഈ സിസ്റ്റം അറിയത്തില്ലാത്തവരാണ് കാണിക്കുന്ന തെറ്റായ കാര്യങ്ങൾ ആൾക്കാരെ പഠിപ്പിക്കും. ക്വാളിറ്റി ഇല്ലാത്ത അപ്ലൈൻ ടീമിനെ നശിപ്പിക്കുക ഞാൻ കേട്ടു. ക്വാളിറ്റി ഉണ്ടാക്കുക, സെൽഫ് ഡെവലപ്മെന്റ്. സോ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് വരിക, നല്ല മനോഭാവം, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റണം, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ടീമിനെ പഠിപ്പിക്കാൻ പറ്റണം. അങ്ങനെയുള്ള പോസിറ്റീവ് മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്തിരും. മൂന്നാമത്താണ് ചേഞ്ചിങ് മെന്റാലിറ്റി. സ്വയം ചേഞ്ച് ആകാൻ. കാരണം മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ കഴിവാണ് ചേഞ്ച് ആകാനുള്ള അവസരം. ചേഞ്ച് ആകാൻ. നിങ്ങൾ ആലോചിക്കൂ, നമ്മൾ നാട്ടിൽ നായ്ക്കളെ കാണാറുണ്ട്. എന്ന് മുതൽ നമ്മൾ നായ്ക്കളെ കാണുന്നു അന്ന് മുതൽ നായ്ക്കൾ ഇന്ന് 4 കാലിലാണ് നടക്കുന്നത്. ഇതുവരെ ഒരു നായും 2 കാലിൽ നടക്കാൻ ശീലിച്ചിട്ടില്ല. കാരണം അതിൽ മാറാൻ പറ്റത്തില്ല. മാറാൻ പറ്റുന്ന മനുഷ്യന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും മാറാൻ പറ്റത്തില്ല. അല്ലേ? അപ്പൊ നമുക്ക് മാത്രമേ ദൈവം മാറാനുള്ള കഴിവ് തന്നിട്ടുള്ളൂ, വേറൊന്നുമില്ല. പക്ഷേ മനുഷ്യന് ഒരു പ്രത്യേക കഴിവ് തരുന്നുണ്ട്. ഈ ആരെ മാറ്റാം. പട്ടിയെ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 കാലം നടത്തിക്കാൻ പറ്റും, അല്ലേ? ഏതെങ്കിലും പശു പുല്ല് തിന്നായിരുന്നിട്ടോ? കാരണം അതൊക്കെ ശീലിച്ച കാര്യങ്ങൾ അത് തന്നെ ചെയ്യുന്നു. പണ്ട് എന്താണോ ശീലിച്ചത് അത് തന്നെ ചെയ്യുന്നു. അതിനൊന്നും മാറാൻ പറ്റത്തില്ല. പക്ഷെ മനുഷ്യന് മാത്രം ദൈവം കൊടുത്ത കഴിവാണ് മാറാനുള്ള കഴിവ്. നിങ്ങൾ ഇന്ന് ഒരു കാര്യം ചിന്തിച്ചാൽ നാളെ നിങ്ങൾക്ക് അവിടെ എത്താം. ഇന്ന് നിങ്ങൾ കോട്ടയത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ്, എനിക്ക് ഇന്ന് ഉച്ചയാകുമ്പോൾ തിരുവനന്തപുരത്ത് എത്തണം. നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് എത്താം. പക്ഷെ ഒരു മൃഗത്തിനും അത് സാധിക്കില്ല.
അതാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യന് സ്വയം ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. ഞാൻ ചേഞ്ച് ചെയ്യില്ല എന്ന് തീരുമാനിച്ചാൽ ആളെ പറയുന്നത് മൃഗതുല്യനാണ്. ഞാൻ മാറില്ല, എന്തു സംഭവിച്ചിട്ടെ ഞാൻ എൻ്റെ ശീലങ്ങൾ മാറ്റില്ല. ഞാൻ പേസ്റ്റ് ഉപയോഗിച്ചത് പണ്ട് മുതലേ ഒരു പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്, ഞാനത് മാറ്റത്തില്ല. മൃഗസമാനം ആണ്. അല്ല ജീവൻ സാറേ, മാറാൻ കഴിവുള്ളത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. കയ്യിലേക്ക് പേസ്റ്റ് കിട്ടുമ്പോൾ അയ്യോ ഈ പേസ്റ്റ് ഞാൻ ഉപയോഗിക്കത്തില്ല, ഞാൻ ആ പേസ്റ്റേ ഉപയോഗിക്കത്തുള്ളൂ, ഞാൻ ഈ ചായപ്പൊടി ഉപയോഗിക്കത്തുള്ളൂ, മറ്റേ ചായപ്പൊടി എനിക്ക് വേണ്ട. മനുഷ്യനല്ല. മനുഷ്യൻ ദൈവം കൊടുത്ത ഏറ്റവും വലിയ കഴിവ് മാറാനുള്ള കഴിവാണ് ദൈവം കൊടുത്തത്. എന്തിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള കഴിവ് മനുഷ്യന് ദൈവം കൊടുത്തത്. മാറാനുള്ള കഴിവ് മനുഷ്യൻ. അതുകൊണ്ടാണ് ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡിലേക്ക് വരിക. നമ്മളൊരു നല്ല സിസ്റ്റത്തെ കണ്ടു, ആ സിസ്റ്റത്തിലേക്ക് വരാൻ നമുക്ക് പറ്റും, മാറി നിൽക്കാനും പറ്റും. തീരുമാനമെടുക്കുക, ആ തീരുമാനത്തിനനുസരിച്ച് മാറുക, അതാണ് ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്. അതിനുള്ള അവസരം മനുഷ്യന് മാത്രമേ. അപ്പൊ ഞാൻ എന്ന വ്യക്തി ചേഞ്ച് ചെയ്യാൻ തയ്യാറാണോ? എൻ്റെ മനോഭാവത്തിലാണ്, ആ ചേഞ്ചിങ് മനോഭാവത്തിലാണ് മാറ്റം കൊണ്ടുവരുന്നത്. ചേഞ്ച്. ആരാണോ റിസ്ക് എടുക്കാൻ തയ്യാറായത് അവർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. റിസ്ക് എടുക്കാൻ തയ്യാറാണ്, ചേഞ്ച് ആകാൻ തയ്യാറാണ്. ഞാൻ അതുകൊണ്ട് രാവിലെ ആദ്യം പറഞ്ഞത്, കലണ്ടർ മാറുന്നതുകൊണ്ടൊന്നും ജീവിതം മാറത്തില്ല, സ്വയം ചേഞ്ച് ആവണം. അപ്പൊ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഈ 3 നമ്മുടെ സെൽഫ് ഡെവലപ്മെന്റ് ഏറ്റവും അത്യാവശ്യമാണ്. സ്വയം ചേഞ്ച് ആവുക, സ്വയം നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ. ഞാൻ ഡെവലപ്പ് ആകാതെ എനിക്ക് ആരെയും ഡെവലപ്പ് ആകാൻ പറ്റത്തില്ല. അപ്പൊ ഞാനാണ് ആദ്യം ഡെവലപ്പ് ആകേണ്ടത്. ഞാൻ വളരണം. ടെൻസിങ് പറഞ്ഞാൽ എവറസ്റ്റിനെ നോക്കിയിട്ട്, എവറസ്റ്റ് നിനക്കിനിയും വളരാൻ പറ്റത്തില്ല, എനിക്കിനിയും വളരാം, എത്ര വേണേലും വളരാം. ഞാൻ നിന്നെ ഒരു ദിവസം കീഴടക്കും, ഞാൻ വളരും, ഞാൻ കീഴടക്കും. എവറസ്റ്റ് നിനക്കൊരിക്കലും ഇനിയും വളരാൻ പറ്റും, നിന്റെ വളർച്ച കഴിഞ്ഞു. മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവതാണ്, എനിക്കിനിയും വളരാൻ പറ്റും, ഞാൻ ഇനിയും വളരും. എൻ്റെ അറിവിനെ ഞാൻ വളർത്തും, എൻ്റെ കഴിവിനെ ഞാൻ വളർത്തും, എൻ്റെ സമയം എല്ലാം ഞാൻ വളർത്തും. അപ്പൊ എനിക്ക് മാത്രമേ വളരാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇനിയും വളർന്നുകൊണ്ടേയിരിക്കും. ഇന്ന് ഞാൻ RCB സ്റ്റാർ എമറാൾഡാണെങ്കിൽ നാളെ ഞാൻ റൂബിയാവും, ഞാൻ സ്റ്റാർ റൂബിയാവും. കാരണം എനിക്ക് വളരാൻ പറ്റും, എനിക്ക് ഡയമണ്ട് ആകാൻ പറ്റും, അല്ലെ? ഞാൻ ഡയമണ്ട് ആവും, ഞാൻ സ്റ്റാർ ഡയമണ്ട് ആവും. അതിനുശേഷം വല്ല പൊസിഷൻ RCB കൊണ്ടുവരാണെങ്കിൽ ഞാൻ അവിടെ എത്തും. കാരണം എനിക്ക് ചേഞ്ച് ആകാൻ പറ്റും, ഞാൻ ചേഞ്ച് ആവും, ഒരു സംശയം വേണ്ട. ബിഗിനറിൽ നിന്ന് എനിക്ക് സ്റ്റാർ എമറാൾഡ് വരെ ആകാൻ പറ്റുമെങ്കിൽ എൻ്റെ പാത ഇനിയും മുന്നോട്ട് ഞാൻ മുന്നോട്ടേ പോകത്തുള്ളൂ. പുറകോട്ട് പോകുന്ന വ്യക്തിയല്ല, മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. എനിക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. ഓരോരുത്തരും തീരുമാനിക്കണം, ഞാൻ ഇനി മുന്നോട്ടേ പോകത്തുള്ളൂ. ഇന്ന് നമുക്കറിയാം 31-ാം തീയതി ക്ലോസിംഗ് ഡേ ആണ്. കഴിഞ്ഞ 30 ദിവസം എന്ത് ചെയ്തു ആരും ചോദിക്കത്തില്ല. പക്ഷെ 31-ാം തീയതി എന്ത് റിസൾട്ട് നിങ്ങൾ കൊണ്ടുവന്നു? റിസൾട്ട് ഓറിയന്റഡ് ബിസിനസ് ആണിത്, എഫേർട്ട് ഓറിയന്റഡ് അല്ല. നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ രാവിലെ ഓഫീസിൽ പോയിരുന്ന് വൈകുന്നേരം തിരിച്ചു വന്നാൽ നിങ്ങൾ ഒന്നും ചെയ്തില്ലേ, തലവേദനയാണെന്ന് പറഞ്ഞാൽ അവിടെ കുത്തിയിരുന്നാൽ പോലും മാസാവസാനം നിങ്ങൾക്ക് ശമ്പളം കിട്ടും. പക്ഷെ RCBയിൽ ശമ്പളം കിട്ടണമെങ്കിൽ പണിയെടുക്കണം, വെറുതെ ഇരുന്നാൽ പോരാ. ജോയിനിങ് നടത്തണം, സെയിൽ നടത്തണം, ആൾക്കാരുടെ RCBനെ പറ്റി പറയണം, പ്ലാൻ പ്രസന്റേഷൻ നടത്തണം. ഇതൊക്കെ ചെയ്താലേ RCB വരുവാനും കിട്ടത്തുള്ളൂ. ദ റിസൾട്ട് ഓറിയന്റഡ് ബിസിനസ്. എന്താണോ നിങ്ങൾ ചെയ്യുന്നതിന്റെ റിസൾട്ടിനാണ് പ്രാധാന്യം. എത്ര പേരെ ജോയിൻ ചെയ്യിപ്പിച്ചു, എത്ര പേരോട് പ്ലാൻ പറഞ്ഞു, എത്ര സെയിൽ നടത്തി, ഇതിനാണ് പ്രസക്തി. ഇപ്പൊ 3 ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിലേക്ക് നയിക്കും. ഇനിയുമാണ് ടീം ഡെവലപ്മെന്റ്. നിങ്ങളുടെ ബിസിനസ്, ഈ ബിസിനസ് RCB ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ടീമിനെ ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾ ഡെവലപ്പ് ആയത് ഏതാണ് ഡ്യൂപ്ലിക്കേഷൻ. നിങ്ങൾ ഏത് വിധത്തിൽ വളർന്നു അതുപോലെ നിങ്ങളുടെ ടീമിനെ വളർത്തുക, ടീമിനെ ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾ ഈ 3 മനോഭാവത്തിൽ നിങ്ങൾ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. RCB ബിസിനസ് ഇസ് സോ സിമ്പിൾ. അതിനെയാണ് നെറ്റ്വർക്ക് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്. നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. നല്ല മനോഭാവത്തോടെ ഒരു നെറ്റ്വർക്കിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. നെറ്റ്വർക്കിംഗ് ആറ്റിറ്റ്യൂഡ്. നല്ലതിനെയും മോശത്തെയും തിരിച്ചറിയാൻ പറ്റും. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? RCB ബിസിനസ്സിൽ നിങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ അവരെ ജോയിൻ ചെയ്യിപ്പിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് വലിയൊരു പ്രോസസ്സാണ്. നമ്മൾ ഈസി ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ജോയിനിങ്. പക്ഷെ അതല്ല, ഇറ്റ്സ് എ പ്രോസസ്. ഒന്നാമത്തേത് ലിസ്റ്റ് മേക്കിംഗ്. ആദ്യം ലിസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ കോണ്ടാക്ട് ചെയ്യണം അവരെ, പിന്നെ അവരെ ഇൻവൈറ്റ് ചെയ്യണം, പിന്നെ അവർക്ക് പ്ലാൻ പറഞ്ഞു കൊടുക്കണം, പ്രൊഡക്റ്റ് കാണിച്ചു കൊടുക്കണം, പിന്നെ അവരെ ഫോളോ അപ്പ് ചെയ്യണം. ഇത്രയും പ്രോസസ്സിന് ശേഷം നടക്കുന്ന പ്രോസസ്സാണ് ജോയിനിങ് എന്നുള്ളത്. നമ്മൾ വളരെ ഈസി ആയിട്ടാണ് ഒരു 500 രൂപയുടെ സാധനം വാങ്ങിക്കോ,
അടുത്ത മാസം 500 വാങ്ങിക്കുള്ളൂ, അതിനടുത്ത മാസം 300 വാങ്ങിക്കുള്ളൂ. ഇങ്ങനെ 5-6 മാസമായിട്ട് നിങ്ങൾ 2000 രൂപയുടെ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി തരാം. ഇതൊരു പ്രോസസ്സല്ല, ഇത് മറ്റൊരു പ്രോസസ്സാണ്. വിജയിക്കാത്തൊരു പ്രോസസ്സാണ് ഈ പറഞ്ഞത്. പക്ഷേ ശരിയായ പ്രോസസ്സ് എന്താണ്? നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. ആ ലിസ്റ്റ് അനുസരിച്ച് ഓരോരുത്തരെ കോൺടാക്ട് ചെയ്യുക, ഇൻവൈറ്റ് ചെയ്യുക. അതിനുശേഷം അവർക്ക് RCM പ്രൊഡക്റ്റ് കാണിച്ചു കൊടുക്കുക, പ്ലാൻ പറഞ്ഞു കൊടുക്കുക, ഫോളോ അപ്പ് നടത്തുക. അതിനുശേഷം പൂർണ്ണമായിട്ട് അവരെ കാര്യം പറഞ്ഞ് ബോധ്യമാക്കിയിട്ട് അവരെ ജോയിൻ ചെയ്യിപ്പിക്കുക. ജോയിനിങ്, ഈ ജോയിനിങ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് ദ ക്രൗഡ് എന്നാണ് ഞാൻ പറയുക. ആൾക്കാരെ കൂട്ടുന്ന പണിയാണ്. പല ആൾക്കാരും പറയും RCM ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന പണിയാണ്. എന്നാൽ ഞാനില്ല. കാരണം നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്ന പരിപാടി അത്ര പരിചിതമല്ല. ഭിന്നിപ്പിക്കുന്ന പരിപാടിയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. ജോയിൻ ചെയ്യിപ്പിക്കാനോ ഞാനില്ല, ഭിന്നിപ്പിക്കാനോ ഞാൻ മുന്നിലുണ്ടാവും. എത്ര പേരെ വേണമെങ്കിലും ഭിന്നിപ്പിക്കാൻ ഞാൻ റെഡിയാണ്. അതല്ല അല്ല ജോസാർ, എങ്ങനെയല്ലേ? ജോയിൻ ചെയ്യിപ്പിക്കണം. ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ സൽക്കർമ്മത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്രിയേറ്റിംഗ് ദ ക്രൗഡ്. ഇന്നലെ ഞാൻ എൻ്റെ ടീമിൽ ഒരു റോയൽറ്റി ആയിട്ടില്ല, അദ്ദേഹം വിന്നർ അച്ചീവർ ആണെന്ന്. ഞാൻ ചോദിച്ചു, ഈ മാസം 30 ദിവസം കഴിഞ്ഞു, 30ാമത്തെ ദിവസം എത്ര പേര് ഈ മാസം ജോയിൻ ചെയ്യിപ്പിച്ചു? കുറച്ചു നേരം തലേ ചൊറിഞ്ഞിട്ട് പറഞ്ഞു ആരും ജോയിൻ ചെയ്യിപ്പിച്ചില്ല. ഞാൻ പറഞ്ഞു വെരി ഗുഡ്, നിങ്ങൾ ശരിയായ ബിസിനസ് തന്നെയാണ് നിൽക്കുന്നത്. 30 ദിവസം ഉണ്ടായിട്ട് ഒരാളെ പോലും ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ബിസിനസ് ആയിരിക്കാം ആ ആൾ ചെയ്യുന്നത് എനിക്ക് അറിയില്ല. സുജിത് കുമാർ സാർ പറഞ്ഞു 3 മാസം കൊണ്ട് 500-ലധികം ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിച്ചു. 3 മാസം തുടക്ക സമയത്ത് 500-ലധികം ആൾക്കാരെ RCMലേക്ക് കൊണ്ടുവന്നു. ഒറ്റ പ്രൊഡക്റ്റ് അല്ലെ 5 പ്രൊഡക്റ്റ് 10 പ്രൊഡക്റ്റ് ഉണ്ടായിരുന്ന സമയത്താണ്. വീട്ടിലേക്ക് വേണ്ട ഒരു സാധനമില്ല. എന്നിട്ടും 500 പേരെ ജോയിൻ ചെയ്യിപ്പിക്കും 3 മാസം കൊണ്ട്. ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് 1 മാസം 150-ലധികം ആൾക്കാരെ തുടക്ക സമയത്ത്. 150 ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുക. ഒരു മരം മുഴുവൻ കയറി നടന്ന് കണ്ടവരെല്ലാം RCM ജോയിൻ ചെയ്യിപ്പിക്കുക. കാരണം ഇത്രയും പ്രൊഡക്റ്റ് ഒന്നും വന്നില്ല. ഞാൻ RCM വരുമ്പോൾ 100 പ്രൊഡക്റ്റ് താഴെയുള്ളൂ. അതിൽ പലതും വീട്ടിലെ ആവശ്യമില്ലാത്തതാണ്. എന്നിട്ട് 150 പേരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റി. ഇന്ന് 30 ദിവസം RCM ഉണ്ട് എന്ന് ഫുൾ ടൈമറാണ്, ഷോപ്പ് നടത്തുന്ന ആളാണ്. എത്ര പേരെ ജോയിൻ ചെയ്യിപ്പിച്ചു? ഇതുവരെ ആരും ജോയിൻ ചെയ്യിപ്പിച്ചു സാറേ? 1-2 പേരോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞു വെച്ചെന്ന് എനിക്കറിയില്ല. ക്രിയേറ്റിംഗ് ദ ക്രൗഡ്. നിത്യോപയോഗ സാധനങ്ങൾ ഉപയോഗിക്കുന്ന 100 കണക്കിന്, 1000 കണക്കിന്, 10,000 കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരിൽ നിന്ന് ആൾക്കാരെ RCMലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ആദ്യത്തെ പരിപാടി. ക്രിയേറ്റിംഗ് ദ ക്രൗഡ്, അതാണ് ജോയിനിങ്. പുതിയ ആൾക്കാരെ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക. അവർ താല്പര്യത്തോടെ ആയിരിക്കും വരുന്നത്, താല്പര്യം ഇല്ലാതെ ആയിരിക്കും വരുന്നത്, നിങ്ങളുടെ നിർബന്ധം മൂലമായിരിക്കും വരുന്നത്. എല്ലാം വെരി ഗുഡ്. ഞാൻ 23 പേരെ ജോയിൻ ചെയ്യിപ്പിച്ചു. ജോസ് കൈപ്പൂർ സാറിന് നല്ലൊരു കേൾക്കണം. അതുകൊണ്ടാണ് ജോസ് സാർ സ്റ്റാർ പ്ലെയറായിട്ട് എൻ്റെ ടീമിലുള്ളത്. വെള്ളയിട്ട് കേരള കോൺഗ്രസിൻ്റെ ഓഫീസിൽ ഇരുന്ന ജോസ് സാർ ഇന്ന് ടൈയും കോട്ടും കെട്ടി മീറ്റിംഗ് ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അദ്ദേഹം ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിച്ചു. തുടക്ക സമയത്ത് ഞാനും ജോസ് സാറും കൂടെ എത്രയോ വീടാതിന് കയറി ഇറങ്ങി ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ദാറ്റ്സ് വൈ ഈസ് സ്റ്റാർ പ്ലെയർ. ആ സ്റ്റാർ പ്ലെയർ പറഞ്ഞു, ഞാൻ 23 വരെ ജോയിൻ ചെയ്യിപ്പിച്ചപ്പോൾ എൻ്റെ ടീമിലെ വിന്നർ അച്ചീവ് എന്നല്ല പറഞ്ഞു. 30 ദിവസമായിട്ട് എനിക്ക് ഒരാളെ പോലും ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. 3 പേരോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ 6 മാസം മുമ്പ് പറഞ്ഞു വെച്ചതായിരിക്കും. അത് ഇന്നലെ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. അതിനുശേഷം ജോയിൻ ചെയ്ത ആൾക്കാരിൽ നിന്നും, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ക്രൗഡിൽ നിന്നും കഴിവുള്ളവരെ സെഗ്രിഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, സെലക്ട് ചെയ്തെടുക്കാൻ പറ്റണം. അതിന് അവരുമായിട്ട് ഇൻട്രാക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇൻട്രാക്ട് ചെയ്യും, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം അവരുമായിട്ട്. ആരെയൊക്കെയാണോ നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ചത്, നിങ്ങളോ നിങ്ങളുടെ ടീമിലുള്ളവരോ ജോയിൻ ചെയ്യിപ്പിച്ചവരുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. എന്തിനാ? ബിക്കോസ് യു ആർ ഡൂയിങ് യുവർ ബിസിനസ്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ബിസിനസ്സാണ്, നിങ്ങളുടെ അപ്ലൈൻ്റെ ബിസിനസ് അല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ ടീമിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവർ നിങ്ങളുടെ ടീം മെമ്പേഴ്സാണ്. അവരുമായിട്ട് നിങ്ങൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക. റജിമോൻ സാറിനെ ഞാനല്ല RCM കൊണ്ടുവന്നത്, പക്ഷേ റജിമോൻ സാറുമായിട്ട് ഞാൻ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പ്രദീപ് സാറിനെ ഞാനല്ല RCM കൊണ്ടുവന്നത്, പക്ഷേ ഞാൻ പ്രദീപ് സാറിന് തമ്മിൽ നല്ല ബന്ധങ്ങളുണ്ട്. ചന്ദ്രബാബു സാറെ ഞാനല്ല RCM കൊണ്ടുവന്നത്, കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഹായ് ഹലോ പറയും. എൻ്റെ ടീമിലുള്ളവരുമായിട്ട് ഞാൻ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണം. കൊണ്ടുവന്ന ആരും ആയിക്കോട്ടെ. കാരണം നിങ്ങൾക്ക് വരുന്ന ഓരോ PVയും നിങ്ങളുടെ ടീമിൽ നിന്നാണ് വരുന്നത്. ആര് കൊണ്ടുവന്നുള്ള, നിങ്ങൾ അവരുമായിട്ട് എങ്ങനെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനും എൻ്റെ ടീമും കൂടി 14 പേരിൽ കൂടുതൽ ജോയിൻ ചെയ്യിപ്പിച്ചു. കോട്ടയത്തിൻ്റെ പവർഫുൾ ലേഡിയാണ്, അയൺ ലേഡി ലീഡറാണ് ജോളി ജോർജ് മാഡം. 14 പേരെ ജോയിൻ ചെയ്യിപ്പിച്ചു. അതുകൊണ്ടാണ് ജോളി മാഡം ഇന്ന് പേളച്ചീവറായിട്ടിരിക്കും. അത് വായിച്ചവരൊക്കെ ചിന്തിക്കൂ, ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ടീമിന് വേണ്ടി, എൻ്റെ ടീമിനുണ്ട്, ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? RCM ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്ന ഒരാളെ പറയുന്നത് ഇൻഡിപെൻഡന്റ് ബിസിനസ് ഓണർ. ഇൻഡിപെൻഡന്റ് ബിസിനസ് ഓണർ എന്നാണ്. ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ തീരുമാനം എടുത്ത ആളാണ്. ഇൻഡിപെൻഡന്റ്.
ഞാൻ മറ്റുള്ളവരെ ആശ്രയിച്ചല്ല ചെയ്യേണ്ടത്, മറ്റുള്ള ലീഡറെ ആശ്രയിച്ചല്ല. ഞാൻ എൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യമാണ് ആദ്യം വേണ്ടത്. ഞാൻ എൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നത്, ഞാൻ മറ്റുള്ളവരുടെ ബിസിനസ് അല്ല ചെയ്യുന്നത്. ഞാൻ എനിക്കും എൻ്റെ തലമുറകൾക്കും സുഭിക്ഷമായിട്ട് ജീവിക്കാനുള്ള ഒരു സംവിധാനത്തിൽ വന്ന് അതിനെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ആ ബിസിനസ്സാണ് ഞാൻ ചെയ്യുന്നത്. TCG പറഞ്ഞു, RCM ബിസിനസ് അല്ല, RCM അഭിയാനാണ്. ഇപ്പോൾ RCM ബിസിനസ് പോയി. ഇനി RCM ബിസിനസ് എന്ന് ആരും സംസാരിക്കേണ്ട. RCM എന്ന് പറഞ്ഞൊരു ബിസിനസ് ഇല്ല. RCM അഭിയാനായിട്ട് മാറി. അതൊരു മിഷനാണ്, ഒരു പ്രചരണ പരിപാടിയാണ് RCM അഭിയാൻ. ഞാൻ RCM ബിസിനസ്സിലാണ് വന്നത്, പക്ഷെ ഇന്ന് വരുന്നവർ RCM ബിസിനസ്സിലല്ല വരുന്നത്. ദേ ആർ കമ്മിങ് ടു RCM അഭിയാൻ. വ്യത്യാസമുണ്ട്, രണ്ടും രണ്ടാണ്. RCM അഭിയാനിലേക്കാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടുന്നത്. സോ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുക, നെറ്റ്വർക്കിംഗ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറുക. നെറ്റ്വർക്ക്, യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ് വർത്ത് എന്നാണ് പറയുന്നത്. നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ് വർത്ത്. അപ്പോൾ ആ നെറ്റ്വർക്കിംഗ് ആറ്റിറ്റ്യൂഡിലേക്ക് വരിക. നല്ലൊരു ടീമിനെ, സ്ട്രോങ് ടീമിനെ, 6 ബേസിക്സ്, 8 കോർ സ്റ്റെപ്സ്, 7 കാർഡിനൽ റൂൾസ് കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് ചെയ്യുക. RCM ബിസിനസ് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട. 6 ബേസിക്സ് പഠിക്കുക, 8 കോർ സ്റ്റെപ്സ് പഠിക്കുക, 7 കാർഡിനൽ റൂൾസ് പഠിക്കുക, അത് പ്രാവർത്തികമാക്കുക. യുവർ ബിസിനസ് ഈസ് ഓവർ. യു വിൽ ബി എ ഗ്രേറ്റ് ലീഡർ. യു വിൽ ബിക്കം എ ലെജൻഡ് ഇൻ RCM. ഈ 3 കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുക. 21 ഗോൾഡൻ റൂൾസ്, 6 ബേസിക്സ്, എങ്ങനെ ഒരാളെ ജോയിൻ ചെയ്യണമെന്ന് പഠിക്കുക, ജോയിൻ ചെയ്ത ഒരാളെ എങ്ങനെ ഒരു ലീഡറായിട്ട് മാറ്റണം ആണ് 8 കോർ സ്റ്റെപ്സ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ലീഡറെ എങ്ങനെ RCM സിസ്റ്റത്തിൽ നിലനിർത്താം, 7 കാർഡിനൽ റൂൾസ് പഠിപ്പിക്കുക. നിങ്ങളുടെ പഠിക്കുക, നിങ്ങളുടെ ടീമിനെ പഠിപ്പിക്കുക. സോ ആറ്റിറ്റ്യൂഡിലെ മാറ്റമുണ്ട്. പഠിക്കാനുള്ള ആറ്റിറ്റ്യൂഡ്, 6 ബേസിക്സും 7 കാർഡിനലും 8 കോർ സ്റ്റെപ്സും പഠിക്കുക, ലേണിംഗ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനമുണ്ട്, അറിവ് നേടുക എന്നുള്ളതാണ് ഈ സിസ്റ്റത്തെ ഏറ്റവും. ബി പോസിറ്റീവ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് വരിക. ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ് ആൻഡ് നെറ്റ്വർക്കിംഗ് ആറ്റിറ്റ്യൂഡ്. നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യുക. നല്ലൊരു ടീം, നിങ്ങൾ പറയുന്നത് കേൾക്കുന്ന ഒരു ടീമിനെ, നിങ്ങൾ പറയുന്ന അനുസരിക്കുന്ന ഒരു ടീമിനെ, നിങ്ങളെ മാനിക്കുന്ന ഒരു ടീമിനെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ യു വിൽ ബിക്കം എ മാസ്റ്റർ, ആൻഡ് ആഫ്റ്റർവേഴ്സ് യു വിൽ ബിക്കം എ ലെജൻഡ് ഇൻ RCM business. You can be a legend in RCM business. You can be a legend in RCM business. You can be a legend in RCM business. Like Dr. Diamond Surendra Bhatt sir. Diamond Surendra Bhatt sir ne pole ningalku oru legend ആവാൻ പറ്റി ബിസിനസ്സിൽ. എന്ത് ചെയ്യണം? You should have learning attitude. You should have positive attitude. You should have changing attitude. And you should have networking attitude. ഈ 4 ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റിയാൽ യു വിൽ ബിക്കം എ ലെജൻഡ് ഇൻ RCM. നിങ്ങളും നാളെ അറിയപ്പെടുന്ന ഒരു ലെജൻഡായിട്ട് ഈ RCM ബിസിനസ്സിൽ ഉണ്ടാവും, ഒരു സംശയം വേണ്ട. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നെവർ എവർ ക്വിറ്റ് RCM. RCM ഒരിക്കലും വിട്ടുപോകരുത്. എന്താണോ RCM ചെയ്യേണ്ടത് അത് പഠിക്കാതെ ചെയ്യുക. സോ ബി വിത്ത് RCM. RCMന്റെ ഭാഗമായി തീരുക. വലിയൊരു മിഷനിലാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. ഇന്ന് 31-ാം തീയതി ക്ലോസിംഗ് ഡേ ആണ്. ഇന്നലെ വരെ എന്ത് ചെയ്തു എന്നുള്ളത് പ്രസക്തമല്ല, പക്ഷെ ഇന്നലെ വരെ ചെയ്തതിൽ എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയത്, ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ചേഞ്ച് യുവർ പൊസിഷൻ, ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ പിൻ ലെവൽ ചേഞ്ച് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡിലേക്ക് വരും. കഴിഞ്ഞ മാസത്തേക്കാൾ ഒരു വോളിയുമെങ്കിലും കൂടുതൽ കൊണ്ടുവരാൻ ശ്രമിക്കൂ. കൺസിസ്റ്റൻസി, ബോണസ്, ഇതെല്ലാം നേടാൻ ശ്രമിക്കുക. എല്ലാം തരും, RCM തരും, എല്ലാം RCM തരും. കഴിഞ്ഞ ദിവസം നമ്മുടെ അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വന്നിട്ട് ഡൽഹിക്കാരനായ PK സിംഗ് RCMന്റെ സ്റ്റാർ റൂബി പറഞ്ഞു, RCMനെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കണം, RCMനെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത്. RCM നിങ്ങളെ എല്ലാം പഠിപ്പിച്ചു തരും, നിങ്ങൾക്ക് എല്ലാം തരുമെന്ന് അദ്ദേഹം സ്റ്റേജിൽ നിന്ന് പറഞ്ഞു. സ്റ്റാർ റൂബിയാണ്, ഡൽഹിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. കേരളത്തിൽ അദ്ദേഹത്തിന് ടീമില്ല. പക്ഷെ കേരളത്തിൽ ഒരു വലിയ പ്രോഗ്രാം നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, കേരളക്കാരിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്. ലേണിംഗ് ആറ്റിറ്റ്യൂഡ്, കേരളക്കാരിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് നമ്മുടെ കൊച്ചി വന്നു, പഠിച്ചു. RCMനെ കേരള എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് അദ്ദേഹം ഇവിടെ വന്ന് പഠിച്ചു. അത് ഡൽഹി പോയിട്ട് ഇനിയും അദ്ദേഹത്തിന് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ പഠിക്കാൻ വേണ്ടി ഇത്രയും ദൂരം യാത്ര ചെയ്തു. ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് കേരളത്തിൽ വന്നു, തിരിച്ചുപോയി. നമുക്കറിയാം ഫ്ലൈറ്റ് ചാർജിന് ഏകദേശം 20,000 rupees ആവും. സോറി, അറൗണ്ട് 15,000 മിനിമം വരും. പഠിക്കാൻ വേണ്ടി 15,000 രൂപ മുടക്കി കേരളത്തിലേക്ക് വരുന്നു. അദ്ദേഹം പഠിച്ചതിന് ശേഷം തിരിച്ചു പോകുന്നു. ഇനിയും അദ്ദേഹം കണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ടീമിനെ പഠിപ്പിക്കും, അദ്ദേഹത്തിന്റെ ബിസിനസ് വളരും. കോട്ടയത്തിൽ മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ കോട്ടയം വരെ പോകണ്ടേ,
സ്റ്റാർ ആൻഡ് പർച്ചേസിന് മീറ്റിംഗ് വെക്കാറുണ്ട്. അയ്യോ കോട്ടയം വരെ പോകണ്ടേ, എത്രയും ദൂരം പോയി കഴിഞ്ഞാൽ 100 രൂപ പോയില്ലേ? ഇവിടെ 10,000-കണക്കിന് രൂപ ചിലവാക്കി ആൾക്കാർ ദൂരെ നിന്ന് വന്ന് പഠിച്ചിട്ട് വന്നു. ബോംബെയിൽ നിന്ന് നിങ്ങൾ കണ്ടു, ഒരു റൂബി അച്ചീവർ വന്നിരുന്നു. വിനീത് എന്നോ പറ്റാഞ്ഞത്, വിനീത് കുമാർ എന്നോ സംതിങ്, എൻ്റെ തൊട്ടടുത്തായിരുന്നത്. ഒരു കൈക്കുഞ്ഞുമായിട്ടാണ് വന്നത്. കഷ്ടിച്ചൊരു 3-4 മാസം പ്രായമുള്ള കൊച്ചിനെയും കൊണ്ട് ഒരു റൂബിയും അദ്ദേഹത്തിന്റെ വൈഫും വന്നിരിക്കുന്നു. എന്തിനാണ്? RCBനെ പഠിക്കാൻ. കാരണം ഈ സൗത്ത് സോണൽ മീറ്റിംഗ് ആയിരുന്നു. ബോംബെക്ക് ഇതിൽ പ്രാതിനിധ്യം ഇല്ല. പക്ഷേ കേരളത്തിൽ ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ അതിൽ ഒത്തിരി പഠിക്കാനുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു, പഠിക്കാൻ വേണ്ടി വന്നു, കൈക്കുഞ്ഞുമായിട്ട് വന്നു. നമുക്ക് ഏറ്റവും നല്ലൊരു കാരണമുണ്ട്. അയ്യോ സാറേ കൊച്ചു കുഞ്ഞുണ്ട്, ഞാനിങ്ങനെ മീറ്റിങ്ങിന് പോകും. ആ കൊച്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ബോംബെയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നിരിക്കുന്നു RCBനെ പഠിക്കാൻ. അഡലക്സി പോകാൻ പറ്റാതിരുന്ന കുറേ ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ട്. ചിന്തിക്കുക. മാറാൻ മനുഷ്യന് മാത്രമേ കഴിയത്തുള്ളൂ. ചിന്തിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയത്തുള്ളൂ. നല്ലത് ചിന്തിക്കാനും മനുഷ്യനെ പറ്റത്തുള്ളൂ, മോശം ചിന്തിക്കാനും മനുഷ്യനെ പറ്റത്തുള്ളൂ. അപ്പൊ എങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു? അഡലക്സ് കൺവെൻഷൻ സെന്ററിൽ കണ്ടു, 7-8 2 മിനിറ്റ് എടുക്കാം. അഡലക്സ് സെന്ററിൽ ഞാനിരുന്ന പൊസിഷൻ നിങ്ങൾ കണ്ടു കാണും. റൈസിംഗ് കോർഡിനേറ്ററായിട്ട്, സ്റ്റാർ എമറാൾഡായിട്ട് ഞാനിരുന്നത് RCBന്റെ സീനിയർ മാനേജ്മെന്റ്, നമ്മുടെ സൗരഭ്ജി ഇരുന്ന അതേ വേദിയിലാണ് ഞാനിരുന്നത്. ബ്രാൻഡ് പാർട്ട്നേഴ്സ്, ഗുഡ് ഡോട്ട്, നമ്മുടെ ന്യൂട്രി ചാർജ്, തുളസി പെയിന്റ്, ബ്രാൻഡ് പാർട്ട്നേഴ്സ് ഇരുന്ന അതേ വേദിയിൽ, അതേ പ്ലേസിലാണ് എനിക്കും സീറ്റ് ഒരുക്കിയിരുന്നത്. 2010 RCB തുടങ്ങുമ്പോൾ ഞാനൊരു തുടക്കക്കാരനായിരുന്നു. RCB 0 ആയിരുന്നു, ബിഗ് 0 ആയിരുന്നു. ജീവിതത്തിലും ബിഗ് 0 ആയിരുന്നു, സാമ്പത്തികപരമായിട്ടും ബിഗ് 0 ആയിരുന്നു. പക്ഷേ 14 വർഷം കൊണ്ട് RCBന്റെ സീനിയർ ലീഡേഴ്സ്, അല്ലെ RCBന്റെ കമ്പനിയുടെ MD ഇരിക്കുന്ന പൊസിഷനിൽ എനിക്ക് വേദി കിട്ടി. ബ്രാൻഡ് പാർട്ട്നേഴ്സ് ഇരുന്നിടത്ത് എനിക്ക് വേദി കിട്ടി. എനിക്ക് മാത്രമല്ല, വൈഫിനും ജെമിനിക്കും കിട്ടി. ഞങ്ങൾ 2010 എടുത്ത തീരുമാനവും അന്ന് ഞങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഇപ്പോഴാണ്. ഇന്ന് ഞങ്ങളെ ആ വേദിയിൽ വിളിക്കുമ്പോൾ ഞങ്ങൾ അന്ന് ചെയ്തതിൻ്റെ പരിണിത ഫലമാണ്. അന്ന് ഞങ്ങൾ ഏറ്റെടുത്ത ആ കഷ്ടപ്പാട് എന്തുമായിക്കോട്ടെ, ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് ഇന്ന് ഇവിടെ എത്തിയപ്പോൾ ഇന്ന് കമ്പനി മാനിക്കുന്ന ലെവലിലേക്ക് ഫ്രണ്ട് സൈഡിൽ ഒരു സീറ്റ് തന്ന് എന്നെ കമ്പനി ആദരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സിസ്റ്റത്തോട് കാണിച്ച റെസ്പോൺസിബിലിറ്റി, ആ സിസ്റ്റം ഞാൻ ഏറ്റെടുത്ത് ഉള്ള റിസൾട്ടാണിന്ന്. അതാണ് റിസൾട്ട് ഓറിയന്റഡ് വർക്കാണ് നമ്മൾ ചെയ്യുന്നത്.